നമുക്കറിയാം, സർക്കാർ വെച്ച ധവളപത്രത്തിൽ കേരളത്തിലെ സമ്പദ് വ്യവസ്ഥയുടെ ഒരു യഥാർത്ഥ ചിത്രമുണ്ടായി. ആ സമ്പദ് വ്യവസ്ഥ ഒരുപാട് പ്രതിസന്ധികളെ നേരിടുകയാണ്. 35,000 കോടി രൂപയുടെ പ്ലാനിൽ 20,500 കോടിയില്ല. അങ്ങനെയുള്ള ഒരു ഗവൺമെന്റും നേരിടാത്ത വെല്ലുവിളികളെ, ധനപരമായ പ്രതിസന്ധികളെ, സാമ്പത്തിക പ്രയാസങ്ങളെ ഈ ഗവൺമെന്റ് അഭിമുഖീകരിക്കുക. അവിടെ നിന്നുകൊണ്ടാണ് 1 രൂപയുടെ ടാക്സ് കൂട്ടാതെ വരുമാനമില്ലാതെ നമ്മുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരു പുതുയുഗ കേരളം സൃഷ്ടിക്കുന്നതിന് ആവശ്യമായ നിരവധി പദ്ധതികളുമായി ഈ ബജറ്റ് മുന്നിലേക്ക് വരുന്നത്. ഞങ്ങൾ ഉദ്ദേശിച്ചത് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കാൻ, കേരളത്തിൽ നിക്ഷേപങ്ങൾ ഉണ്ടാകാൻ, അതുവഴി തൊഴിലവസരങ്ങൾ ഉണ്ടാകാൻ, ഖജനാവ് നിറയ്ക്കാൻ, നിറഞ്ഞ ഖജനാവ് അതിൽ നിന്ന് പണമെടുത്ത് സമ്പത്തിന്റെ നീതിപൂർവമായ വിതരണം നടത്തി സാധാരണക്കാരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ചേർത്ത് നിർത്തുക എന്നുള്ള വിശാലമായ ലക്ഷ്യം ഉൾക്കൊണ്ടുകൊണ്ടിട്ടുള്ള ഒരു ബജറ്റാണ് ഇന്നിവിടെ അവതരിപ്പിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം അഭിമാനമുണ്ട്. നമുക്കറിയാം, നമ്മുടെ ജനസംഖ്യയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. ഇതുവരെ കേരളത്തിൽ ഒരു പഠനവും നടത്തിയിട്ടില്ല. നമ്മുടെ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് പറയുന്ന യുവത്വം, അവരുടെ നമ്പർ കുറയുകയാണ്. ഉള്ളവര് വിദേശ രാജ്യങ്ങളിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും പോവുകയാണ്. ആ പോപ്പുലേഷൻ ചെറുതാവുകയാണ്. മറിച്ച് പ്രായം, നമുക്കിവിടെ ആയുർദൈർഘ്യമുള്ള ഒരു സംസ്ഥാനമാണ്. പ്രായമുള്ളവരുടെ നമ്പർ കൂടി വരികയും ചെയ്യുന്ന അസാധാരണമായ ഒരു ജനസംഖ്യാ മാറ്റം, ഡെമോഗ്രാഫിക് ചേഞ്ച് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൂടി ഇനിയും വിശദമായ പഠനം ആവശ്യമുണ്ട്. പ്രാഥമികമായ പഠനം നടത്തിയിട്ടാണ് അവരെ സംരക്ഷിക്കാനും യുവത്വത്തെ കേരളത്തിൽ നിർത്താനും അവർക്ക് ആവശ്യമായ ഉന്നത വിദ്യാഭ്യാസം, പ്രൊഫഷണലായ അന്താരാഷ്ട്ര നിലവാരമുള്ള വിദ്യാഭ്യാസം കേരളത്തിൽ കൊടുത്ത് അവർക്കിവിടെ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കി കേരളത്തെ മുന്നോട്ട് നയിക്കാൻ പോകുന്നു. ആ തൊഴിലവസരങ്ങൾ ഉണ്ടാകുകയും നിക്ഷേപങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ കേരളത്തിന് അത്ഭുതകരമായ മാറ്റം ഈ സംസ്ഥാനത്തിന് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഞങ്ങൾ മുന്നോട്ട് വെച്ച മിഷൻ സമുദ്ര, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, പുതിയുഗ യാത്രയിൽ അത് മൊത്തമായി കേരളത്തെ ഒരു തുറമുഖ നഗരമാക്കി മാറ്റാനുള്ള സ്വപ്ന പദ്ധതിയാണ്. അത് നടപ്പാക്കാൻ കഴിയുമെന്നുള്ള തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്. ദക്ഷിണേഷ്യയിലെ ഏറ്റവും മികച്ച ഏവിയേഷൻ ഹബ്ബാക്കി ചെറിയ സ്ഥലത്ത് 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുള്ള കേരളത്തെ മാറ്റാൻ പറ്റും. അതിനായിട്ടുള്ള പദ്ധതികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ചെറുകിട, ഇടത്തരം, സൂക്ഷ്മ വ്യവസായ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ, സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കാനുള്ള വലിയ പദ്ധതികൾ ഇവിടെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റമുണ്ടാകുന്ന തരത്തിൽ ഗ്ലോബൽ ജോബ് വാച്ച് ടവറും അതിനോടനുബന്ധിച്ച് കരിക്കുലത്തിൽ ആവശ്യമായ മാറ്റം വരുത്തി ലോകം ആവശ്യപ്പെടുന്ന പുതിയ കാല കോഴ്സുകൾ തുടങ്ങാനുള്ള സംവിധാനമുണ്ട്. നോളജ് വാലി ഉണ്ട്, കേരള നോളജ് വാലി ഉണ്ട്. ലെഗസി സർവകലാശാലകളെ കൂടി കൊണ്ടുവന്ന് നമ്മുടെ കുട്ടികൾ പുറത്തേക്ക് പോകാതിരിക്കാനും പുറത്തു നിന്നുള്ള കുട്ടികൾ കേരളത്തിലേക്ക് പഠിക്കാൻ വരുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ വിശാലമായ കാഴ്ചപ്പാടോട് കൂടിയ ഒരു ഹയർ എഡ്യൂക്കേഷൻ സ്കീമാണ്. ആരോഗ്യകാര്യത്തിൽ കേരളത്തെ തിരിച്ചുകൊണ്ടുവരാൻ, ആരോഗ്യകാര്യത്തിൽ കേരളത്തെ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് പോലും ചികിത്സയ്ക്കായി ആളുകൾ എത്തുന്ന ഒരു സ്ഥലമാക്കി മാറ്റാനുള്ള കാര്യങ്ങളുണ്ട്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തും പൊതുരംഗത്തും ഗവേഷണത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംസ്ഥാനമാക്കി കേരളം മാറണം. പുറത്തു നിന്നുള്ള വിദ്യാർത്ഥികൾ വരണം, ചികിത്സയ്ക്കായി ഇവിടെ ആളുകൾ എത്തണം തുടങ്ങിയ വലിയ പരിപാടികളാണ് ചെയ്തിരിക്കുന്നത്. സർക്കാരിന് മേലുള്ള ബാധ്യത കിഫ്ബിയും സോഷ്യൽ സെക്യൂരിറ്റി കമ്പനിയുടെയും ഉൾപ്പെടെ 87,012 കോടി രൂപ നിലനിൽക്കുമ്പോഴാണ് ഇത്തരം വലിയ പദ്ധതികൾക്ക് നമുക്ക് തുടക്കമിടാൻ കഴിയുന്നത് എന്നത് വളരെ പ്രത്യേകത നിറഞ്ഞതാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള സദേൺ കേരള ഇക്കണോമിക് കോറിഡോർ അത്ഭുതകരമായ മാറ്റങ്ങൾക്ക് വഴിതെളിക്കും.
അത് സംസ്ഥാനത്തിന്റെ പൊതുവായ വികസനത്തിനും എംപ്ലോയ്മെന്റ് ജനറേഷനും അത് സാധ്യമാകും. അതുപോലെ ഇൻവെസ്റ്റ് കേരളം സെൽ, നമുക്ക് നിക്ഷേപകരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സംരംഭങ്ങൾ അത് നമുക്ക് കൊണ്ടുവരണം. അതിനാവശ്യമായ കൃത്യമായ ഫോളോ അപ്പ് ഉണ്ടാവും. ആരിവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ വന്നാലും നമുക്ക് അനുയോജ്യമായ ഇൻവെസ്റ്റ്മെന്റ് ആണ് എങ്കിൽ അതിവിടെ നടത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും അവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കും. വൺ കേരള കരുതൽ മിഷൻ എന്നത് അത് രോഗം കൊണ്ട് വിഷമിക്കുന്നവരെ, വിദ്യാഭ്യാസ ചെലവിനായി ബുദ്ധിമുട്ടുന്നവരെ, ഏറ്റവും പാവങ്ങളെ ചേർത്ത് നിർത്തുന്നതിന് വേണ്ടി നമ്മുടെ രാജ്യത്ത് ഒരിടത്തും ഇല്ലാത്ത ഈ സംസ്ഥാനത്ത് ആവിഷ്കരിക്കുന്ന ആദ്യത്തെ പദ്ധതിയാണ്. വലിയ തുക അതിനകത്ത് കോർപ്പസായി ഉണ്ടാക്കിക്കൊണ്ട് വലിയ തുക അടിസ്ഥാനപരമായി ഗവൺമെന്റിനില്ല. ഗവൺമെന്റിനുള്ള ചെലവുകൾ ഭരണപരമായ ചെലവുകൾ മാത്രമാണ്. ആര് പണം തന്നാലും ആ പണത്തിൽ നിന്ന് 1 രൂപ ഭരണ ചെലവുകൾക്കായി എടുക്കാതെ കാരുണ്യ പ്രവർത്തികൾക്ക് മാത്രം പണം ചെലവഴിക്കുന്ന ഏറ്റവും സുതാര്യമായ ഒരു സംവിധാനമാണ് ഈ വൺ കേരള കരുതൽ മിഷൻ എന്ന് പറയുന്ന പദ്ധതി. CSR ഫണ്ടും വ്യക്തികളുടെ ഫണ്ടും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിൽ ആദ്യമായി മാതൃകാപരമായി ആളുകളെ ചേർത്ത് നിർത്താൻ, അവരെ സഹായിക്കാൻ, സർജറികൾ നടത്താൻ, അപൂർവ രോഗമുള്ള കുഞ്ഞുങ്ങളെ സഹായിക്കാൻ ഒക്കെ വേണ്ടിയിട്ടുള്ള വലിയ കാഴ്ചപ്പാടോടുകൂടിയ പദ്ധതിയാണ്. സ്പേസ് ഇക്കോണമി, കേരളത്തിന്റെ സാധ്യതകളെ നമ്മൾ നോക്കിയാൽ ISROയുടെ ആസ്ഥാനമാണ് തിരുവനന്തപുരം. ഇപ്പോൾ സ്പേസ് ഇക്കോണമി വലിയ ഒരു സാധ്യതയുള്ള ഏരിയയായി മാറിയിട്ടുണ്ട്. സ്വകാര്യ സാറ്റലൈറ്റുകൾ വരെ വിക്ഷേപണം നടത്തുന്ന ഒരു സ്ഥലത്ത്, ISROയുടെ പ്രധാന കേന്ദ്രമുള്ള ഒരു സ്ഥലത്ത് സ്വകാര്യ നിക്ഷേപങ്ങൾ കൂടി പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള ഒരു സ്പേസ് ഇക്കോണമി ഡെവലപ്പ് ചെയ്തു വരും. പട്ടികവർഗക്കാർക്ക് ആശ്വാസമാകുന്ന വയനാട്ടിലെ ട്രൈബൽ യൂണിവേഴ്സിറ്റി അവരുടെ ഇൻഡിജിനസ് നോളജിന്റെ കൂടി പ്രാചീനമായ അറിവുകളെ കൂടി ആധുനികമായ അറിവുകളെ കൂടി ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ടുള്ള വലിയൊരു കൺസെപ്റ്റാണ്, വലിയൊരിതാണ് അതിനുവേണ്ടി ചെയ്തിരിക്കുന്നത്. ആരോഗ്യ മേഖലയിൽ അതിന്റെ ക്വാളിറ്റി നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് കേരള ഹെൽത്ത് ആൻഡ് ലൈഫ് സയൻസ് സിറ്റി സ്ഥാപിച്ച് വലിയൊരു മെഡിക്കൽ ഡെസ്റ്റിനേഷനാക്കി കേരളത്തെ മാറ്റാനുള്ള നടപടികൾ സ്വീകരിക്കുന്നത്. റിസർച്ച് പാർക്ക് IIT മദ്രാസ് മോഡലിലുള്ള ഒരു റിസർച്ച് പാർക്കാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയിൽ ആദ്യമായി സീനിയർ സിറ്റിസൺസിന് ഒരു വകുപ്പുണ്ടാക്കിയ സംസ്ഥാനമാണ് കേരളം. അത് ഒരു വെൽഫെയർ പ്രോജക്റ്റ് അല്ല, ക്ഷേമ പദ്ധതി അല്ല. അവരെ കൂടി നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ ഭാഗമാക്കാൻ, അവർക്ക് കൂടി ഒരുപാട് സംഭാവനകൾ ചെയ്യാൻ കഴിയുന്നവരെ ക്രിയേറ്റീവ് ആക്കാനുള്ള ഒരു പദ്ധതിയാണ്, സിൽവർ ഇക്കോണമിയാണ്. ആ സിൽവർ ഇക്കോണമി ഇന്ത്യ രാജ്യത്ത് ആദ്യമായി നടപ്പാക്കാൻ പോകുന്ന സംസ്ഥാനമാണ് കേരളം എന്നുള്ള പ്രത്യേകതയുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് പുതിയ അന്താരാഷ്ട്ര നിലവാരമുള്ള 6 മാസത്തേക്കുള്ള കെയർ ഗിവർ കോഴ്സുകൾ, അതിന്റെ സിലബസ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ആയിരിക്കും. നഴ്സിംഗ് കോളേജുകൾ, മെഡിക്കൽ കോളേജുകൾ, പ്രൈവറ്റ് ആശുപത്രികൾ ഉൾപ്പെടെ, ഗവൺമെന്റ് ആശുപത്രികൾ ഉൾപ്പെടെ, മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെ ഈ 6 അന്താരാഷ്ട്ര നിലവാരമുള്ള 6 മാസത്തെ കെയർ ഗിവർ കോഴ്സ് നടപ്പാക്കിയാൽ പരിചരണത്തിന് ആളെ കിട്ടും, ഒരുപാട് തൊഴിൽ സാധ്യതകൾ നമുക്ക് വളർത്തി വരും. നമുക്കറിയാം, ഭൂമി ഒരു പ്രശ്നമാണ്. കേരളത്തിൽ വികസനത്തിൽ വരുമ്പോൾ ഭൂമിയില്ല എന്നുള്ളതാണ്. തമിഴ്നാടും കർണാടകയും തെലങ്കാനയും ആന്ധ്രയും ആ പ്രശ്നം നേരിടുന്നില്ല. നമ്മൾ ആ പ്രശ്നം നേരിടുന്നുണ്ട്. പക്ഷെ നമുക്ക് ഒരുപാട് ഭൂമിയുണ്ട്. ആ ഭൂമി എവിടെയാണ് കിടക്കുന്നത്, എങ്ങനെയാണ് കിടക്കുന്നതെന്ന് ആർക്കും അറിയില്ല. സർക്കാരിന് ഭൂമിയുണ്ട്, പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ഭൂമിയുണ്ട്, കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ഭൂമിയുണ്ട്, പ്ലാന്റേഷൻ ലാൻഡ് ഉണ്ട്. അറിയപ്പെടാതെ ഒന്നും ചെയ്യാതെ കിടക്കുന്ന ഭൂമി ധാരാളമായിട്ട് കേരളത്തിലുണ്ട്. അതിന്റെ ഒരു ലാൻഡ് ബാങ്ക് രജിസ്റ്റർ ചെയ്ത് ഒരു ലാൻഡ് ബാങ്ക് മാനേജ്മെന്റ് പോളിസി ഉണ്ടാക്കി, ലാൻഡ് മാനേജ്മെന്റ് പോളിസി ഉണ്ടാക്കി നിക്ഷേപങ്ങൾക്ക്, കൃത്യമായ നിക്ഷേപങ്ങൾക്ക് ആ ഭൂമി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ സംരംഭം ഉണ്ടാകും. അതുപോലെ റിന്യൂവബിൾ എനർജി, പുനരുപയോഗ ഊർജത്തിന് വേണ്ടിയിട്ടുള്ള വലിയ പദ്ധതിയാണ്. കോടിക്കണക്കിന് രൂപ നമുക്ക് ലഭ്യമാകുന്ന, ആയിരക്കണക്കിന് മെഗാവാട്ട് വൈദ്യുതി പുതിയതായി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന നിരവധി സാധ്യതകൾ, തൊഴിൽ സാധ്യതകൾ തുറക്കുന്ന ഒരു പുതിയ മേഖലയിലേക്ക് നമ്മൾ കാലെടുത്ത് വയ്ക്കുക. സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് സോണും, ചില വ്യവസായങ്ങൾക്ക്, ചില സംരംഭങ്ങൾക്ക് അവർക്ക് പ്രത്യേകമായ സഹായം വേണം. അതിനാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് സോൺ ഉണ്ടാക്കുന്നത്. ബ്രാൻഡ് കേരള,
കേരളത്തിൽ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ ഇനി തിരിച്ചറിയണം. കേരള മാർക്ക് കൊടുക്കും, ബ്രാൻഡ് മെയ്ഡ് ഇൻ കേരള, അതിന് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കും. ആ സർട്ടിഫിക്കറ്റ് കൊടുത്ത് കേരള ബ്രാൻഡ് എന്ന് പറയുന്ന നമ്മുടെ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ സാധനങ്ങളും നല്ല രീതിയിൽ ക്വാളിറ്റിയുള്ള സാധനങ്ങൾക്ക് ആ ക്വാളിറ്റി പരിശോധിച്ച് സർട്ടിഫിക്കറ്റ് കൊടുത്ത് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വലിയ മാർക്കറ്റ് ഉണ്ടാക്കാനുള്ള ഒരു വലിയ സ്റ്റെപ്പാണ്. അത് യാഥാർത്ഥ്യമാകുമ്പോൾ കേരളത്തിലെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് ഉണ്ടാവും, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ കേരളത്തിലുണ്ടാവും നിരവധി കാര്യങ്ങൾക്ക്. അതുപോലെ ഈ പ്ലാനിൽ ഒരു കുറവ് വരുത്തിയപ്പോൾ അത് പട്ടികജാതിക്കാരെ, പട്ടികവർഗക്കാരെ, മത്സ്യത്തൊഴിലാളികളെ ബാധിക്കാതിരിക്കാനുള്ള പ്രത്യേകമായ നിലപാട് ഗവൺമെന്റ് സ്വീകരിച്ചു. മണ്ണെണ്ണ സബ്സിഡി 75 രൂപയാക്കി വർദ്ധിപ്പിച്ചു. തീരപ്രദേശത്തെ ജനങ്ങളെ, മലയോരത്തെ ജനങ്ങളെ, പാവപ്പെട്ടവരെല്ലാം അഡ്രസ് ചെയ്യുന്ന ഒരു ബഡ്ജറ്റാണിത്. അതുപോലെ നഗരവികസനം, നഗരങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഒരു വലിയ മാറ്റം ലോകത്ത് എല്ലായിടത്തും ഉണ്ടാകുന്നത്. അതിനാണ് കേരള അർബൻ ഗ്രോത്ത് മിഷൻ. പബ്ലിക് ട്രാൻസ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാം. ടൂറിസം രംഗത്ത്, ടൂറിസത്തിലെ ഒരു ഇൻഡസ്ട്രി ആകാൻ ഒരുപാട് ആനുകൂല്യങ്ങൾ ടൂറിസം രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കുണ്ടാവും. എല്ലാ ടൂറിസം സാധ്യതകളെയും പ്രയോജനപ്പെടുത്തും. പോർട്ട് സിറ്റിയിൽ നിന്ന് തന്നെ ഇന്ന് നമ്മുടെ ടൂറിസം രംഗത്തുള്ളതിന്റെ ഇരട്ടിയിലധികം സാധ്യതകൾ പോർട്ട് സിറ്റിയിൽ നിന്നുണ്ടാവും, ഏവിയേഷൻ ഹബിൽ നിന്നുണ്ടാവും. അതുകൂടാതെ മെഡിക്കൽ ടൂറിസം, കൾച്ചറൽ ടൂറിസം, ഡെസ്റ്റിനേഷൻ ടൂറിസം തുടങ്ങിയ ഒരു ഇന്റഗ്രേഷൻ എല്ലാ ഭാഗങ്ങളുമായി ഉണ്ടാകും. സിനിമയുമായി ബന്ധപ്പെട്ട് സിനിമയെ ഒരു വ്യവസായമായി പ്രഖ്യാപിക്കാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. അത് പ്രഖ്യാപിക്കും. ജെ.സി. ഡാനിയൽ ഇന്റർനാഷണൽ ഫിലിം സിറ്റി, ചിത്രനഗരം എന്നുള്ളത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും സവിശേഷതയാർന്ന ഒരു ഫിലിം ഹെഡ്ക്വാർട്ടേഴ്സാക്കി കേരളത്തെ മാറ്റുക എന്നുള്ളതാണ് ലക്ഷ്യം. കേരളത്തിൽ കൂടുതൽ ഷൂട്ടിങ്ങുകൾ നടക്കണം. അതിന്റെ ഷൂട്ടിങ്ങിന് മുമ്പും ഷൂട്ടിങ്ങിന് ശേഷവുമുള്ള അതിന്റെ പ്രവർത്തനങ്ങൾ, എഡിറ്റിംഗ് ഉൾപ്പെടെ, ക്യാമറ ഉൾപ്പെടെ ഉള്ള മുഴുവൻ കാര്യങ്ങൾ, ഡബ്ബിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടുള്ള അത്യാധുനികമായ സംവിധാനങ്ങൾ ഉള്ള ഒരു വലിയ മോഡേൺ ഫിലിം സിറ്റിയായിരിക്കും ചിത്ര നഗരം. അതുപോലെ എം ടി വാസുദേവൻ നായരുടെ സ്മരണയ്ക്കായുള്ള ഒരു കൾച്ചറൽ പാർക്ക്, ആ കൾച്ചറൽ പാർക്ക് വലിയ ഉദ്ദേശത്തോടു കൂടിയാണ് ചെയ്യുന്നത്. അത് കൾച്ചറൽ ടൂറിസത്തിന്റെ ഭാഗമായിട്ട് ഒരു ഡെസ്റ്റിനേഷൻ പോയിന്റ് ആവും. കേരളത്തിലെ തനത് കലാരൂപങ്ങൾ, നാടകം, സിനിമ, ഡോക്യുമെന്ററി, ജെൻസി ഫിലിംസ്, എല്ലാ കാര്യങ്ങൾക്കും, എല്ലാ കലാകാരന്മാർക്കും അവർക്കുള്ള വരുമാനമുണ്ടാക്കുന്നതിനും പരിപാടികൾ അവതരിപ്പിക്കുന്നതിനും ആർട്ട് ഗാലറികൾ ഉൾപ്പെടെയുള്ള ഒരുപാട് സംവിധാനങ്ങളുള്ള വലിയൊരു കൾച്ചറൽ പാർക്കായി അതിനെ മാറ്റും. ജോൺസൺ മാസ്റ്ററുടെ പേരിലും ഗസൽ സംഗീതജ്ഞനായ ഉമ്പായിയുടെ പേരിലും 2 മ്യൂസിക് അക്കാദമികൾ നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗ്യാരണ്ടിയിൽ പ്രഖ്യാപിച്ച 2 കാര്യങ്ങൾ നടത്തി. ഇനി മൂന്നാമത്തത് ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള പ്രാരംഭ നടപടികൾ നമ്മൾ ആരംഭിച്ചു. കേരളത്തിന്റെ ഭക്ഷണത്തെ പ്രോത്സാഹിപ്പിക്കാനുള്ള പാചകകല ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. പ്രകൃതി ദുരന്തങ്ങളെ നേരിടാൻ, കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാക്കുന്ന ദുരന്തങ്ങളെ അഭിമുഖീകരിക്കാൻ ഏറ്റവും ആധുനികവൽക്കരിച്ച എല്ലാ സംവിധാനങ്ങളോടും കൂടിയ പ്രഡിക്ഷൻ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നടത്താൻ കഴിയുന്ന തരത്തിലുള്ള കേരള ഡിസാസ്റ്റർ റെസിലിയൻസ് സെന്റർ, അതൊരു വലിയ സ്റ്റെപ്പാണ്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളൊന്നും ചെയ്യാത്തൊരു വലിയ സ്റ്റെപ്പാണ്. അതുപോലെ പ്രവാസികളുടെ റെമിറ്റൻസ് ഇക്കോണമി, അത് ഇൻവെസ്റ്റ്മെന്റ് ഇക്കോണമിയാക്കി മാറ്റി അവരുടെ പങ്കാളിത്തം കേരളത്തിലെ വികസന കാര്യത്തിൽ PPP മോഡലുകളിൽ എല്ലാം പ്രവാസികളെ, അതിലെ പണക്കാരായിട്ടുള്ള ആളുകളെ മാത്രമല്ല ഇടത്തരക്കാരെ കൂടി വികസനത്തിൽ പങ്കാളികളാക്കും. അതിനുവേണ്ടിയിട്ടുള്ള പബ്ലിക് ഇഷ്യൂ ചെയ്യും, ഷെയർ ഉണ്ടാകും. അവർ തിരിച്ചു മടങ്ങി വരുമ്പോൾ അവർക്കൊന്നുമില്ല എന്നുള്ളൊരു അവസ്ഥയുണ്ടാകാൻ പാടില്ല. അതേ അവസരം സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ കെട്ടിപ്പടുക്കാൻ വലിയൊരു പങ്ക് പ്രവാസികൾക്ക് വഹിക്കാൻ കഴിയും. തിരുവനന്തപുരം, കോഴിക്കോട് ലൈറ്റ് മെട്രോ പദ്ധതിയും അതുപോലെയുള്ള പദ്ധതിയാണ്. നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള വികസന ഫണ്ട് 28.5% ഉയർത്തി. റബ്ബറിന്റെ താങ്ങുവില 200-ൽ നിന്നും 250 പാലിന്റെ ഉൽപാദനം 1 കോടി ലിറ്ററായി വർദ്ധിപ്പിക്കാനുള്ള
പദ്ധതികൾ ഉൾപ്പെടെ ഉണ്ട്. പട്ടയ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നടപടി, ഭൂമി പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നടപടി, ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്ട്, മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആധുനികമായ സങ്കേതങ്ങൾ, മൾട്ടി ക്രോപ്സ്, മലയോര മേഖലയിലെ തളർന്നു കിടക്കുന്ന കാർഷിക മേഖലയെ പുനരുദ്ധരിപ്പിക്കാൻ ഉണ്ടാകും. ഭൂനിയമങ്ങൾ ആ കാലത്ത് വന്നപ്പോൾ അത് വളരെ നല്ല പ്രോഗ്രസീവ് ആയിട്ടുള്ള ഭൂനിയമങ്ങളാണ്. പക്ഷെ പല ഭൂനിയമങ്ങളും ഔട്ട്ഡേറ്റഡ് ആണ്, കാലഹരണപ്പെട്ടതാണ്, പല കാര്യങ്ങൾക്കും തടസ്സം നിൽക്കുന്നതാണ്. അതുകൊണ്ടൊരു ഭൂപരിഷ്കരണം 2 എന്നുള്ള രീതിയിൽ ഭൂനിയമങ്ങളിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തും, ഒരു സംശയമില്ല. പിന്നെ കാസർഗോഡ്, വയനാട്, ഇടുക്കി 3 ജില്ലകൾ, പിന്നോക്കം നിൽക്കുന്ന ജില്ലകൾക്ക് പ്രത്യേകമായ സംവിധാനം ഉണ്ടാവും. ആ പാക്കേജ് ഊർജിതമായി നടപ്പിലാക്കും. വിലങ്ങാട് പാക്കേജ് ഉണ്ടാകും. സഹകരണ സംഘങ്ങൾ തകർന്നു പോകുന്നത് തടയാൻ നിക്ഷേപ ഗ്യാരണ്ടി ഉറപ്പുവറ്റും. കശുവണ്ടി, കയർ, കൈത്തറി അടക്കമുള്ള നമ്മുടെ പരമ്പരാഗത വ്യവസായ മേഖലയെ താങ്ങി നിർത്താൻ ഇൻകം സപ്പോർട്ട് സ്കീം ഉണ്ടാവും. നിരവധി തോട്ടം മേഖലയിൽ ടൂറിസത്തിനും മൾട്ടി ക്രോപ്സിനും പ്രാധാന്യം കൊടുക്കും. ധാരാളം അതുപോലത്തെ സംവിധാനങ്ങൾ, ഭാവിയെ മാറ്റിമറിക്കാൻ കഴിയുന്ന നിരവധി സംവിധാനങ്ങളാണ് ഇതിനകത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ ബജറ്റ് പ്രസംഗം വിശദമായി വായിച്ചതുകൊണ്ട് എല്ലാ കാര്യങ്ങളും വീണ്ടും ആവർത്തിക്കുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ ബജറ്റിലുണ്ട്. അതിന്റെ ഒരു പെർഫോമൻസ്, ആ ബജറ്റിൽ നിർദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങൾ വളരെ സമയബന്ധിതമായി വളരെ ഭംഗിയായി തീർക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മെക്കാനിസം കൂടി ഉണ്ടാക്കും. കൃത്യമായ പെർഫോമൻസ് ഓഡിറ്റിംഗ് ഉണ്ടാവും. ഓരോ ക്വാർട്ടറുകളിലും ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന പദ്ധതികളുടെ പുരോഗതിയെ വിലയിരുത്താൻ വേണ്ടിയിട്ടുള്ള ആധുനികമായ സംവിധാനങ്ങളുടെ പിൻബലത്തോടു കൂടിയ പുതിയ ഫോളോ അപ്പ് ഉണ്ടാവും. പ്രോജക്ട് ഇംപ്ലിമെന്റേഷൻ, അതിനാണ് നമ്മുടെ ബജറ്റിൽ നിന്നും ഏറ്റവും വലിയ ലീക്കേജ് ഉണ്ടാകുന്നത്. കോടിക്കണക്കിന് രൂപ, ആയിരക്കണക്കിന് കോടി രൂപ ഖജനാവിൽ നിന്ന് ചോർച്ചയുണ്ടാകുന്നത് പ്രോജക്ട് ഇംപ്ലിമെന്റേഷൻ നടത്തുമ്പോഴാണ്. പല പ്രോജക്റ്റുകളും സമയത്തിന് തീർക്കാതെ 2 കൊല്ലം കൊണ്ട് തീർക്കേണ്ടത് 10 കൊല്ലം കൊണ്ട് തീർത്ത് സംസ്ഥാനത്തെ ഖജനാവിന് 100 കോടി രൂപയുടെ പദ്ധതി 1000 കോടിയിൽ അവസാനിക്കുന്ന പദ്ധതിയാണ്. പ്രോജക്ട് ഇംപ്ലിമെന്റേഷന് ഒരു പ്രോട്ടോകോൾ ഉണ്ടാകും. ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാകും. അതിനു വേണ്ടിയിട്ടുള്ള ഏറ്റവും മികച്ച ഒരു പ്രോജക്ട് ഇംപ്ലിമെന്റേഷൻ പ്രോട്ടോകോൾ ആ കേരളത്തിൽ നടപ്പാക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നടപ്പാക്കാൻ കഴിയുന്ന പദ്ധതികളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നികുതിയൊന്നും വർദ്ധിപ്പിച്ച് ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കാതെ, പ്രയാസത്തിലാക്കാതെ അവരെ ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബജറ്റായി കേരളത്തെ, ഭാവിയെക്കുറിച്ചൊരു പുതിയുഗ കേരളത്തെ സ്വപ്നം കണ്ടുകൊണ്ട് അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥം നിറഞ്ഞ ശ്രമങ്ങളാണ് ഈ ബജറ്റിൽ നടത്തിയിട്ടുള്ളത്. ഒരാൾ തീർച്ചയായിട്ടും ഇപ്പൊ പ്രതിപക്ഷ നേതാവ് ആക്ഷേപിച്ചെന്ന് പറഞ്ഞു സ്വകാര്യ നിക്ഷേപങ്ങളെ മുഴുവൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ബജറ്റ് എന്ന് പറയുന്നത്. ശരിയാണ്. അല്ല, കേൾക്ക്, അദ്ദേഹത്തിന്റെ ആക്ഷേപത്തെ ഞാൻ പൂർണ്ണമായി സ്വീകരിക്കുന്നു. സ്വകാര്യ നിക്ഷേപം ഇവിടെ ഉണ്ടാവണം. ഈ 87,000 കോടി രൂപയുടെ കടവും ഇപ്പൊ കൊടുക്കേണ്ട ബാധ്യതയും 5 ലക്ഷം കോടി രൂപയുടെ കടവുള്ള ഒരു സംസ്ഥാനത്തിന് ഏത് കാര്യമാണ് ഒരു സെക്ടറിൽ, പബ്ലിക് സെക്ടറിൽ തുടങ്ങാൻ പറ്റുന്നത്? ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് വേണ്ടേ? ഇവിടെ മത്സരിക്കുകയാണ് സംസ്ഥാനങ്ങൾ, ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ. ഓരോ ഇൻവെസ്റ്ററേയും കൊണ്ടുപോകുന്നതിന് വേണ്ടി തമിഴ്നാടും കർണാടകയും മഹാരാഷ്ട്രയും തെലങ്കാനയും ആന്ധ്രയും ഹരിയാനയും എല്ലാവരും മത്സരിക്കുകയാണ്. ഇവിടെ വരാൻ പാടില്ല ആരും. അതല്ല ഞങ്ങളുടെ നയം. ഞങ്ങൾ സ്വകാര്യ നിക്ഷേപത്തെ പ്രോത്സാഹിപ്പിക്കും, ഇൻവെസ്റ്റ്മെന്റിനെ പ്രോത്സാഹിപ്പിക്കും. അതുവഴിയേ സമ്പദ്ഘടനയെ മെച്ചപ്പെടുത്താൻ പറ്റുള്ളൂ. പ്രൈവറ്റൈസേഷൻ എവിടെയാണ് ഉണ്ടാക്കിയത്? അല്ല, ഏത് മേഖലയാണ് സ്വകാര്യവൽക്കരിച്ചത്? KSRTC സ്വകാര്യവൽക്കരിച്ചോ? വാട്ടർ അതോറിറ്റി സ്വകാര്യവൽക്കരിച്ചോ? ഒരു മേഖലയും സ്വകാര്യവൽക്കരിച്ചിട്ടില്ല. ഒരു മേഖലയും സ്വകാര്യവൽക്കരിക്കുമെന്നുള്ള പ്രഖ്യാപനം നടത്തിയിട്ടില്ല. തുറമുഖങ്ങളെ അല്ല, തുറമുഖം കോൺഗ്രസിന്റെ കർണാടകത്തിൽ കോൺഗ്രസ് ഇത് തന്നെ ചെയ്യുന്നത്, തെലങ്കാനയിൽ ഇത് തന്നെ. ആ നയത്തിൽ നിന്നൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു നയവും കേരളത്തിലില്ല. കോൺഗ്രസിന്റെ നയം ഇത് തന്നെ. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും ഭംഗിയായിട്ട് ഈ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവന്നിരുന്നത്.
പിന്നെ തുറമുഖത്ത് പ്രൈവറ്റൈസേഷൻ. അദാനി ഇവിടെ പോർട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ എടുത്ത പിണറായി വിജയനാണ് വന്നിട്ട് സ്വകാര്യ മേഖല. ഞാൻ ചോദിക്കട്ടെ, പോർട്ടിന് നിക്ഷേപിക്കാനുള്ള പണം സംസ്ഥാനത്തിനുണ്ടോ? പോർട്ടിന്റെ വികസനത്തിന് വേണ്ടി ഒരു ലോജിസ്റ്റിക്സ് തുടങ്ങാൻ, വിഴിഞ്ഞത്ത് നിന്ന് കാസർഗോഡേക്ക് ഒരു ലോജിസ്റ്റിക്സ് തുടങ്ങാൻ, ഒരു ബാർജ് ലോജിസ്റ്റിക്സ് തുടങ്ങാൻ, ഒരു ഷിപ്പിൽ ലോജിസ്റ്റിക്സ് തുടങ്ങാനുള്ള കപ്പാസിറ്റി സ്റ്റേറ്റിനുണ്ടോ? അപ്പൊ അവിടെ സ്വകാര്യ നിക്ഷേപം കൊണ്ടുവന്ന് അവിടെ മത്സരം ഉണ്ടാക്കി ആ സ്വകാര്യ നിക്ഷേപത്തിലൂടെ ബാർജ് ലോജിസ്റ്റിക്സും വെസൽ ലോജിസ്റ്റിക്സും തുടങ്ങും. അവിടെ ഒരു സംശയം വേണ്ട, അത് തുടങ്ങുക. അത് തന്നെയാണ് പോളിസി. പിന്നെ ഔട്ട് ഓഫ് പോർട്ട് അത് ഡെവലപ്പ് ചെയ്യും. അവിടെ ഫിഷറീസ് എക്സ്പോർട്ട് ഉണ്ടാവും, അവിടെ ഒരുപാട് തൊഴിലവസരങ്ങൾ കിട്ടുന്ന ലോജിസ്റ്റിക്സ് പാർക്കുകൾ ഉണ്ടാവും. ഗവൺമെന്റിന്റെ ഏജൻസികൾക്ക് ചെയ്യാൻ പറ്റാവുന്ന എല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുക്കും. ഇപ്പോ നമ്മൾ ഇൻകലിനെ കുറിച്ച് പറഞ്ഞു, കിൻഫ്രയെ കുറിച്ച് പറഞ്ഞു. ഇപ്പൊ KSIL ഇപ്പോ കണ്ടെയ്നർ ടെർമിനൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട് സ്ഥലം KSIL ആണ് നോക്കുന്നത്. ഗവൺമെന്റിന്റെ ഏജൻസികൾക്ക് പരിമിതിയുണ്ട്. നിങ്ങൾ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഈ വീണ്ടും പുറകിലേക്ക് നടന്നു പോകും കേരളം. അതുകൊണ്ട് സ്വകാര്യ നിക്ഷേപത്തെ പൂർണ്ണമായി പ്രോത്സാഹിപ്പിക്കും. ഒരു സ്ഥലത്തും പ്രൈവറ്റൈസേഷൻ പ്രഖ്യാപിക്കുന്ന ഒരു വാക്ക് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാമോ? പിന്നെ മിനറൽ കോറിഡോറാണ്. മിനറൽ കോറിഡോർ കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ച പോളിസി അനുസരിച്ചിട്ടാണ്. എന്താണ് അതിൽ നിന്ന് ഇത്രയും വലിയൊരു ധാതു സമ്പത്ത് കേരളത്തിനുണ്ടായിട്ട്? ഏറ്റവും വലിയ അപൂർവമായ റെയർ എർത്തിന്റെ കോറിഡോറാണ് കേരളം. കാസർഗോഡ് വലിയ ബോക്സൈറ്റ് ഇതാണ്. അത് വളരെ സുതാര്യമായ രീതിയിൽ എല്ലാ സംസ്ഥാനങ്ങളും ചെയ്യുന്നത് പോലെ സംസ്ഥാനത്തിന് വലിയ വരുമാനമുണ്ടാക്കുന്ന തരത്തിൽ, തൊഴിലുണ്ടാക്കുന്ന രീതിയിൽ എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യാൻ ആർക്കാണ് ഈ ഗവൺമെന്റ് തൊഴിൽ കൊടുക്കുന്നത്? എല്ലാ പബ്ലിക് സെക്ടറിലും കോൺട്രാക്ട് ലേബറിനെയാണ് വയ്ക്കുന്നത്. കോൺട്രാക്ട് ലേബറെ KMML ആളെടുത്തിട്ട് എത്ര നാളായി? IRയിൽ ആളെടുത്തിട്ട് എത്ര നാളായി? കേരളത്തിന്റെ പൊതുമേഖലാ സ്ഥാപനമായ TCCയിൽ ഒരു അപ്പോയിന്റ്മെന്റ് നടന്നിട്ട് എത്ര നാളായി? ഞാനവിടെയൊക്കെ യൂണിയൻ പ്രസിഡന്റാണ്. ഒരു പുതിയ ഒരാൾക്ക് ജോലി കൊടുക്കാൻ പറ്റുന്നില്ല. ഉള്ള ജോലിയിൽ നിന്ന് ആള് റിട്ടയർ ചെയ്യുമ്പോൾ കോൺട്രാക്ട് ലേബറെ വെച്ചുകൊണ്ടാണ് കേരളത്തിലെ പബ്ലിക് സെക്ടർ നടന്നുകൊണ്ട് പോകുന്നത്. നിങ്ങളൊന്ന് അന്വേഷിക്കുക. പബ്ലിക് സെക്ടർ നടത്തിക്കൊണ്ടു പോകുന്നത് പുതിയ അപ്പോയിന്റ്മെന്റ് നടത്തിയിട്ട് എത്ര നാളായി? ഈ ട്രാക്കോ കേബിൾ പൂട്ടിപ്പോയില്ലേ? ടെൽക്ക് പൂട്ടലിന്റെ വക്കിലാണ്. അഗ്രോ മെഷീനറി കോർപ്പറേഷൻ പൂട്ടലിന്റെ വക്കിലാണ്. ട്രാവൻകൂർ സിമന്റ്സ് പൂട്ടലിന്റെ വക്കിലാണ്. ആരുടെ പണം എടുത്തുകൊണ്ട് അതൊക്കെ നടന്നു പോകുന്നത്? നമ്മുടെ നികുതി പണം, നമ്മുടെ എക്സ്ചക്കറിൽ നിന്നുള്ള പണം, നിങ്ങളും ഞാനും കൊടുക്കുന്ന നികുതി പണം എടുത്തുകൊണ്ട് ഈ ഒരാൾക്ക് പോലും ജോലി കൊടുക്കാൻ പോലും പറ്റാതെ, റിട്ടയർമെന്റ് വേക്കൻസിയിൽ പോലും ഒരാളെ നിയമിക്കാൻ പറ്റാതെ ഉള്ള പബ്ലിക് സെക്ടർ എടുത്ത് തലയിൽ വെച്ചിട്ട് സ്വകാര്യ നിക്ഷേപം പാടില്ല എന്ന് പറഞ്ഞാൽ ആ പോളിസിയോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. ഞങ്ങൾ സ്വകാര്യ നിക്ഷേപം കേരളത്തിൽ കൊണ്ടുവരും എന്നാണ് UDF ഗവൺമെന്റിന്റെ പോളിസി. അല്ലെങ്കിൽ കേരളം ഉണ്ടാവില്ല. ഇതാണ് യാഥാർത്ഥ്യം. ഇതൊക്കെ ക്ലീഷേ വന്ന വാചകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിന്റെ ഭാവിയെ, അതാണ് ഈ പിള്ളേരൊന്നും ഇവിടെ നിൽക്കാത്തത്. ഇവിടെ എന്ത് കിട്ടിയിട്ടാണ് നിൽക്കുന്നത്? എന്ത് ജോലി കിട്ടിയിട്ടാണ് നിൽക്കുന്നത്? ഒരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റിന് ഇവിടെ എത്ര എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്? ഒരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റിന് ജോലി കൊടുക്കാൻ പറ്റിയ എത്ര പൊതുമേഖലാ സ്ഥാപനമുണ്ട് ഇവിടെ? BTech പാസ്സായി വരുന്ന ഒരു കുട്ടിക്ക്, ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായി വരുന്ന ഒരു കുട്ടിക്ക് ജോലി കൊടുക്കാൻ, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായി വരുന്ന ഒരു കുട്ടിക്ക് ജോലി കൊടുക്കാൻ ഏത് സ്ഥാപനമുണ്ട് ഇവിടെ? വേണ്ടേ? ഈ കുട്ടികൾക്ക് ജോലിയൊന്നും വേണ്ടേ? ഞങ്ങൾ ഏത് സ്ഥാപനമാണ് വിറ്റഴിച്ചത്? ഏത് പബ്ലിക് സെക്ടർ സ്ഥാപനമാണ് ഞങ്ങൾ സ്വകാര്യവൽക്കരിച്ചത്? അങ്ങനെയൊന്നുമില്ല. ഇതെല്ലാം എല്ലാ സംസ്ഥാനങ്ങളിലും, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇൻവെസ്റ്റ്മെന്റ് പോളിസിയാണിത്. 25 കൊല്ലം പുറകെ നടക്കുവാണ് കേരളം. ഞങ്ങൾ അതിനല്ല വന്നിരിക്കുന്നത്. ഞങ്ങൾ അധികാരത്തിൽ വന്നിരിക്കുന്നത് കേരളത്തെ 25 കൊല്ലത്തേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടല്ല, 25 കൊല്ലത്തേക്ക് മുമ്പിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ്. കേരളത്തിൽ എംപ്ലോയ്മെന്റ് ജനറേഷൻ ഉണ്ടാക്കി, സമ്പദ്ഘടനയെ ഉത്തേജിപ്പിച്ച് പണം ഉണ്ടാക്കി പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പണം കൊണ്ട് വെൽഫെയർ പ്രോജക്റ്റുകൾ നടപ്പാക്കും. 5 പൈസ കയ്യിലില്ല. എന്നിട്ട് വീണ്ടും പഴയതുപോലെ ആവണം. അല്ലെന്നേ, അതിനല്ല ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞങ്ങൾ ഇതെല്ലാം ജനങ്ങളോട് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കുള്ള മറുപടി പറഞ്ഞു. ഒരു പൊതുമേഖലാ സ്ഥാപനവും വിറ്റഴിക്കുന്ന ഒരു വാചകം ഈ ബജറ്റിലില്ല. പിന്നെ എന്തിനാ ഈ ക്ലീഷേ വന്ന വാചകം ആവർത്തിച്ചുകൊണ്ട് പറയണേ? വേറെ എല്ലാം ചോദിക്കും.
ഈ ചോദ്യം ചോദിക്കാൻ ഏറ്റവും യോഗ്യനായ ആളാണ് അദ്ദേഹം. ഈ കുടിശ്ശിക മുഴുവൻ വരുത്തിയതാകാണ് DA കുടിശ്ശിക. സമയാസമയത്ത് DA കൊടുക്കാതെ DA കുടിശ്ശിക 19%, DA കുടിശ്ശിക വരുത്തിയിട്ട് അധികാരത്തിൽ 10 കൊല്ലം അധികാരത്തിൽ ഇരുന്നിട്ട് ഈ കുടിശ്ശിക മുഴുവൻ വരുത്തി വെച്ചിട്ട് അധികാരത്തിൽ നിന്ന് ഒഴിഞ്ഞിട്ട് പുതിയൊരു ഗവൺമെന്റിനോട് ചോദിക്കുക, അത് കൊടുക്കുന്നില്ലെന്ന്. ആര് വരുത്തിയ കുടിശ്ശികയാണ്? ഞങ്ങൾ വരുത്തിയ കുടിശ്ശികയാണ്. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരു ഗഡു പോലും ഞങ്ങൾ കുടിശ്ശിക വരുത്തൂല, ഞങ്ങൾ കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പോണ പോക്കിലെ ബജറ്റിൽ പോണ പോക്കിലെ ബജറ്റില് അടുത്തോളം കൊടുക്കുന്ന എല്ലാ കുടിശ്ശികയും. ഇത്രയും വർഷക്കാലം കുടിശ്ശിക മുഴുവൻ വരുത്തിവെച്ച പിണറായി വിജയൻ വന്ന് ഈ ചോദ്യം എന്നോട് ചോദിക്കണ്ട, ഈ ജീവനക്കാർ മുഴുവൻ അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചോളൂ, ആരാ ഈ കുടിശ്ശിക ഉണ്ടാക്കിയത്? ഞങ്ങളാണോ? പറയണതിനൊരു ഔചിത്യം വേണ്ടേ? അദ്ദേഹം ഉണ്ടാക്കി വെച്ച അദ്ദേഹത്തിന്റെ സർക്കാരാണ് ഈ മെഡിസെപ്പ് തകർത്തത്. ജീവനക്കാരുടെ പരാതി 10 കൊല്ലം മുമ്പുണ്ടായിരുന്ന ഉമ്മൻചാണ്ടി സർക്കാരിനെ കുറിച്ചാണോ? ആണോ? DA കുടിശ്ശിക വരുത്തിയത് ഉമ്മൻചാണ്ടി സർക്കാരാണോ? DR കുടിശ്ശിക വരുത്തിയത് ഉമ്മൻചാണ്ടി സർക്കാരാണോ? അല്ല. ലീവ് സറണ്ടർ അടിച്ചു മാറ്റിയത് ആരാണ്? എത്രായിരം കോടി രൂപയാണ് ജീവനക്കാർക്ക് കൊടുക്കേണ്ട പൈസ വേറെ കാര്യത്തിന് ചെലവാക്കി. എന്നിട്ട് ഇത്രയും കടം വരുത്തി വെച്ചിട്ട് 87,000 കോടിയുടെ കടവും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള വരുത്തിവെച്ച് 5,07,000 കോടിയുടെ കടം വേറെ വരുത്തി വെച്ചിട്ട് എന്നോട് വന്ന് ചോദിക്കുകയാണ്, DA കുടിശ്ശിക കൊടുക്കണല്ലേ? കുടിശ്ശിക ഉണ്ടാക്കിയ ആള്. ആ ചോദിക്കാനുള്ള അർഹത അദ്ദേഹത്തിനില്ല. I will tell you. We need money. For getting money to fill the exchequer, we have to do a lot of things. If we are continuing the same thing, what happened in the last government's time, nothing will happen. Kerala will be finished. So, we are going to bring new economic models. There should be best financial management. There should be measures to prevent the leakage from the treasury. There should be a restructure in the entire tax administration. We will do it. We will fill the exchequer, no doubt. By stimulating the economy, we will fill the exchequer and there will be a equitable distribution of wealth, definitely. Then you asked only senior citizens department. For the initial expense, we have allocated 10 crores rupees for the initial expense. We are going to declare the detailed projects of the senior citizens, not only from the government's exchequer, by involving various agencies, many NGOs. We are planning for various projects. Local self-governments also will participate. We will start daycare centers. We will start the geriatric care and the health. Geriatric care is not going to start by the senior citizens department. It is by the health department. Geriatric care units in medical colleges, every places, and to make them constructive. We have many projects. We will bring it. Furniture park is a new idea. That's a corridor. There is a scope, new designs, new furnitures. Then there should be, we have to create, the government will facilitate to start new markets. And there is export possibility also. Cochin port is very near to Alway. And there is a scope, gold hub. We are the #1 consumers of gold in India. Out of 30% of the gold are consuming by Malayalis. But there is no mechanism to make the ornaments. It is coming from outside. So we are going to start a gold hub to promote the gold manufacturing, making the ornaments.
that will create many jobs. That area will be. That is our style of functioning. Our approach is this. The Pinarayi Vijayan made an allegation. അല്ലേ? യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? ഈ വീര്യം കുറഞ്ഞ ബിയറും വൈനും അല്ലാത്ത വീര്യം കുറഞ്ഞ മദ്യം എന്നുള്ള കാറ്റഗറി ഉണ്ടാക്കിയത് പിണറായി സർക്കാരാണ്. ഇങ്ങനത്തെ ഒരു കാറ്റഗറി വേണം. ആ കാറ്റഗറിയെ പ്രോത്സാഹിപ്പിക്കണം. സംസ്ഥാനത്ത് അവരുടെ ഗവൺമെന്റ് എടുത്ത തീരുമാനമാണ്, ഞങ്ങളെടുത്ത തീരുമാനമല്ല. വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ പ്രോത്സാഹിപ്പിക്കണം എന്നത് അവരുടെ പോളിസിയുടെ ഭാഗമായിട്ട് കൊണ്ടുവന്നതാണ്. 0.5% തൊട്ട് 20% വരെ ആൽക്കഹോളിക് കണ്ടന്റ് ഉള്ള ബിയറും വൈനും അല്ലാത്ത വീര്യം കുറഞ്ഞ മദ്യത്തെ പ്രോത്സാഹിപ്പിക്കണം. പക്ഷെ അവരിത് പറഞ്ഞ മാത്രമേ ഉള്ളൂ. അതിന് ടാക്സ് ഫിക്സ് ചെയ്തില്ല. അതിന് ടാക്സ് ഫിക്സ് ചെയ്യണം. പർട്ടിക്കുലർ ടാക്സ് ആണ്. വീര്യം കൂടിയ മദ്യത്തിന്റെയും ബിയറിന്റെയും വൈനിന്റെയും ടാക്സ് അല്ലാതെ ഞങ്ങളൊരു ടാക്സ് ഫിക്സ് ചെയ്തു. അതിൽ 0.5 വരെയുള്ളതിന് ഞങ്ങൾ 120, അതുപോലെ 0.20 വരെയുള്ളതിന് 20% വരെ ആൽക്കഹോളിക് കണ്ടന്റ് ഉള്ളതിന് ഞങ്ങൾ 175% ഫിക്സ് ചെയ്തു. ഒരു ടാക്സ് റേറ്റ് ഫിക്സ് ചെയ്യാതെ ഈ വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിലേക്ക് വരില്ല. എന്നിട്ട് ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞ ഗവൺമെന്റിന്റെ പോളിസിയുടെ കണ്ടിന്യൂവേഷൻ ആയിട്ട് ഞങ്ങൾ ടാക്സ് ഇട്ടത് വീര്യം കുറഞ്ഞ മദ്യം എന്താണ് മദ്യലോഭ്യമായിട്ടുള്ള ഏർപ്പാടാണ്. ഇത് തീരുമാനം എടുത്തതിന്റെ മുഴുവൻ ഡീറ്റെയിൽസും ഐ വിൽ പ്രൊഡ്യൂസ്. അല്ലല്ല, കുറയ്ക്കാനല്ല, അവരൊന്നും ചെയ്തില്ല. പിന്നെ എങ്ങനെയാ പ്രോത്സാഹിപ്പിക്കുന്നത്? വീര്യം കുറഞ്ഞ മദ്യത്തെ കേരളത്തിൽ എങ്ങനെയാ പ്രോത്സാഹിപ്പിക്കുന്നത്? വീര്യം കുറഞ്ഞ മദ്യത്തെ എങ്ങനെയാ കേരളത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നത്? അവരില്ലല്ല, അവരൊരു ടാക്സ് റേറ്റ് ഇട്ടില്ല. ആ ടാക്സ് റേറ്റ് ഇടാത്തതുകൊണ്ട് ഞങ്ങളൊരു ടാക്സ് റേറ്റ് ഇട്ട് അതിനുള്ള അധികാരം ഈ ഗവൺമെന്റിനുണ്ട്. ഒരു ലിറ്റർ പോലും ഉണ്ടാക്കിയില്ലല്ലോ. 10 കൊല്ലം ഇരുന്നിട്ട് ഒരു ലിറ്റർ പോലും ഉണ്ടാക്കിയില്ലല്ലോ. ചുമ്മാ വെറുതെ വർത്താനം പറഞ്ഞു. സദേൺ കേരള കോറിഡോർ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് പോർട്ട് റിലേറ്റഡായി, സ്പേസ് ഇക്കോണമി റിലേറ്റഡായി ഒക്കെയുള്ള സംവിധാനങ്ങളെല്ലാം. കൊല്ലത്ത് ചെല്ലുമ്പോൾ അത് മിനറൽ കോറിഡോറും പോർട്ടും, ആലപ്പുഴയിൽ ചെല്ലുമ്പോൾ പോർട്ടും ബ്ലൂ ഇക്കോണമി. ഇങ്ങനെ ഇതൊരു ഇക്കണോമിക് കോറിഡോറാണ്. കൂടുതൽ തൊഴിൽ സാധ്യതകളും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റും വരുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരമാണ് സദേൺ ഇക്കണോമിക് കോറിഡോർ ഈ 3 ജില്ലകളെ കേന്ദ്രീകരിച്ച്. അതോടൊപ്പം ടൂറിസം ഉണ്ടാവും. പറഞ്ഞല്ലോ, കരിമണൽ മിനറൽ അല്ലേ, മിനറൽ എല്ലാം ഉണ്ടാവും. അല്ല, ഇവരെ ഈ പദ്ധതികളൊക്കെ പോകാൻ നേരത്ത് പ്രഖ്യാപിച്ച പദ്ധതികളാണ്. പോകാൻ നേരത്ത് 10 കൊല്ലം ഇരുന്നിട്ട് ഇതൊന്നും പറ്റിയില്ല. 10 കൊല്ലം അധികാരത്തിൽ ഇരുന്നപ്പോൾ പ്രഖ്യാപിക്കാതെ ഇലക്ഷന്റെ ഇയു ഓഫ് ദി ഇലക്ഷന്റെ സായാഹ്നത്തിൽ പ്രഖ്യാപിച്ചാണ് ഈ പദ്ധതികൾ. സ്ത്രീ സുരക്ഷാ പദ്ധതി എപ്പോഴാണ് ഇംപ്ലിമെന്റ് ചെയ്തത്? ഫെബ്രുവരിയിൽ ലോക്കൽ ബോഡി ഇലക്ഷൻ തോറ്റേണ്ട്. ഈ ഇലക്ഷന് തൊട്ട് മുമ്പ് ഞങ്ങളത് പരിശോധിക്കുന്നു. ഞാൻ കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ പറഞ്ഞല്ലോ, ക്യാബിനറ്റ് കഴിഞ്ഞുള്ള പത്രസമ്മേളനത്തിൽ ഞങ്ങളത് പരിശോധിക്കും. ആ ലിസ്റ്റ് ഉണ്ടാക്കിയത് എങ്ങനെയെന്ന് പോലും പരിശോധിക്കേണ്ടതാണ്. ഇലക്ഷൻ കാലത്ത് വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ലിസ്റ്റാണ്. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് എന്തൊക്കെ പ്രഖ്യാപനം നടത്തിയത്? ഇപ്പൊ ജീവനക്കാരോട് ഭയങ്കര സ്നേഹമാണല്ലോ. കഴിഞ്ഞ ഗവൺമെന്റുകളെല്ലാം ചെയ്തത് എന്താ? അവരുടെ കാലത്ത് പേ കമ്മീഷൻ നിയമിച്ച് പേ കമ്മീഷന്റെ ജോലി പൂർത്തിയാക്കി, പേ കമ്മീഷന്റെ അവാർഡ് കൊടുത്തു, പേ കമ്മീഷൻ നടപ്പിലാക്കി. ഇല്ലേ? ഇതിനു മുമ്പുള്ള ഗവൺമെന്റുകളെല്ലാം. ഈ ഗവൺമെന്റ് എന്താ ചെയ്തത്? പേ കമ്മീഷൻ പ്രഖ്യാപിച്ചത് എന്നാ? ഇലക്ഷന്റെ തൊട്ട് മുമ്പ്. അങ്ങനെ 6 മാസത്തേക്ക് സമയം കൊടുത്തു. അടുത്ത സർക്കാരിന്റെ തലയിലിരിക്കട്ടെ എന്ന്. ഒരു ബാധ്യത ഏറ്റെടുത്തില്ല. DA കുടിശ്ശിക വരുത്തി, DR കുടിശ്ശിക വരുത്തി, ലീവ് സറണ്ടർ അടിച്ചു മാറ്റി, മെഡിസപ്പ് പൊളിച്ചു. എന്നിട്ട് ഇവിടെ വന്നിരുന്നിട്ട് ഭയങ്കര ഞാൻ തന്നെ ഞെട്ടിപ്പോയി കണ്ടിട്ട്. അതിന്റെ എല്ലാത്തിന്റെയും ഓരോ ഫയലും ഞാൻ തരാം. ഞങ്ങൾ നോക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പോണ പോക്കി ചെയ്തത്. പോകുന്ന പോക്കില്ലേ.
അല്ല അതൊക്കെ ചെയ്യും. ഇതൊരു സ്പെഷ്യൽ സ്കീമാണ്. ആ സ്കീം പോലെയല്ല. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഞാൻ ഇവിടെ ബജറ്റിൽ പറഞ്ഞല്ലോ, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ആരംഭിച്ച 1 ഡസൻ സ്കീമുകളാണ് ആരോഗ്യ മേഖലയിൽ ഇവർ നിർത്തിയത്. ഈ തളർന്നു കിടക്കുന്ന ആളുകളെ ചികിത്സിക്കുന്ന പാവങ്ങളുണ്ട്, അവർക്കൊരു ആരോഗ്യ കിരണം പദ്ധതി ഉണ്ടായിരുന്നു, ഹൃദ്യം പദ്ധതി ഉണ്ടായിരുന്നു. എത്ര പദ്ധതികളാണ് തകർത്ത് അവസാനിപ്പിച്ചിട്ട് പോയത് ആരോഗ്യ മേഖലയിൽ. ടൈപ്പ് 1 ഡയബറ്റീസിന് കുഞ്ഞുങ്ങൾക്ക് വരുന്നതാണ് ടൈപ്പ് 1 ഡയബറ്റീസ്. അതിനൊരു മെഡിസിൻ ഉണ്ടായിരുന്നു, ഇൻസുലിൻ. എന്നിട്ട് ഇപ്പോൾ ഒരു വേറെ വില കുറഞ്ഞ ഇൻസുലിൻ മേടിച്ചു കൊടുത്തു. ഒരു പ്രാവശ്യം ഇൻസുലിൻ എടുക്കേണ്ടതിന് പകരം 3 പ്രാവശ്യം 4 പ്രാവശ്യം എടുക്കുന്ന ഒരു ഇഫക്റ്റും ഇല്ല. ഇവരുണ്ടാക്കി മേടിച്ചു വെച്ച മരുന്നാണ് ടൈപ്പ് 1 ഡയബറ്റീസിന്. ഒരു സഹായവും ചെയ്യാതെയാണ് പോയത്. കാരുണ്യ ബലബല ഫണ്ട് ഞങ്ങളത് നടപ്പാക്കണമെങ്കിൽ എത്ര കോടി രൂപ ഇനി കൊടുക്കണം? കാരുണ്യ സ്കീമിൽ 1200 കോടി, വേറെ ബലബലിന്റെ സ്കീമിലും രണ്ടിലും കൂടി 2000 കോടിയോളം കൊടുക്കണം. ഇതൊക്കെ ബാധ്യത വരുത്തി വെച്ചിട്ട് പോയിരിക്കുകയാണ്. അത് എല്ലാം ബാധ്യതയാണ്, ഒന്നും ചെയ്തില്ല. ക്രൗഡ് ഫണ്ടിനായിട്ടൊന്നും ഇത് ചെയ്തില്ല. സ്വകാര്യ ആശുപത്രികൾ കാരുണ്യ പദ്ധതിയിലെ ആളുകൾക്ക് നിഷേധിക്കുകയാണ് ചികിത്സ. കാരണം സ്വകാര്യ ആശുപത്രിയിൽ തന്നെ ഏകദേശം 700-750 കോടി രൂപ കൊടുക്കാനുണ്ട്. ഒരു കടം വരുത്തി വെച്ചേക്കാണ്. ബജറ്റ് എന്ന് പറഞ്ഞാൽ ബജറ്റിന്റെ പ്രസംഗം മാത്രമല്ല, ബജറ്റിന്റെ ഡോക്യുമെന്റ്, ബജറ്റിൻ ബ്രീഫ് ഉൾപ്പെടെയുള്ള ഒരുപാട് ഡോക്യുമെന്റ് ഉണ്ട്. പറയേണ്ട സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ നരേഗ മാറ്റി VB റാംജി ആക്കിയതിന് ബജറ്റ് പ്രസംഗത്തിൽ തന്നെ രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട്. ഇത് കേന്ദ്രവിരുദ്ധ പ്രഖ്യാപനം നടത്താനല്ല ബജറ്റ്, ഇത് കേരളത്തിന്റെ ഫ്യൂച്ചർ തീരുമാനിക്കാൻ വേണ്ടിയിട്ടുള്ള ബജറ്റാണ്. വരാനിരിക്കുന്ന കാലം എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. ഞാൻ നീതി ആയോഗിന്റെ മീറ്റിംഗിൽ എല്ലാ മുഖ്യമന്ത്രിമാരും പങ്കെടുത്ത മീറ്റിംഗിൽ പോയി കേരളത്തിലുള്ള ഡെവല്യൂഷൻ കുറവാണ്, ഞങ്ങൾക്ക് തരണം, സംസ്ഥാനങ്ങളെ കുറച്ചുകൂടി നന്നായി നോക്കണം, കോപ്പറേറ്റീവ് ഫെഡറലിസം വേണം, ശക്തിയായിട്ട് വാദിച്ചല്ലോ. അവിടെ പോയി എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കേന്ദ്രവിരുദ്ധ പ്രഖ്യാപനം നടത്തണം. ഒരു ദിവസം പറഞ്ഞില്ലെങ്കിൽ അയ്യോ ഇന്ന് കേന്ദ്രവിരുദ്ധ പ്രഖ്യാപനം നടത്തിയില്ല. ഞാൻ പഴയ കഥയൊന്നും എന്നെ കൊണ്ട് പറയിക്കില്ല. ഞാൻ സ്വർണ്ണ നികുതി വർദ്ധിപ്പിക്കണമെന്ന് ഒരിക്കലും പറഞ്ഞില്ല. കേൾക്ക്, അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? യഥാർത്ഥത്തിൽ കേരളത്തിലേക്ക് വരുന്ന സ്വർണ്ണ വ്യാപാരത്തിന്റെ നികുതി കിട്ടുന്നില്ല. സമാന്തരമായ ഒരു സ്വർണ്ണ വ്യാപാരം നടക്കുന്നു. അത് എന്റെ വകുപ്പിന്റെ ജോലിയാണ്, ധനകാര്യ വകുപ്പിന്റെ ജോലിയാണ്. അത് നല്ല ടാക്സ് ഡ്രൈവ് നടത്തി ഈ സ്വർണത്തിന്റെ അകത്ത് നടക്കുന്ന തട്ടിപ്പുകൾ പുറത്തു കൊണ്ടുവരിക. അതിപ്പോ നടത്തുന്ന വ്യാപാരികളല്ല, അതിന് സമാന്തരമായി ഇപ്പോഴത്തെ വ്യാപാരികളുടെ വരെ ബിസിനസ് കുറയുകയാണ്. കാരണം ടാക്സ് ഇല്ലാതെ ബിസിനസ് നടത്തുകയാണ്, സമാന്തര വ്യവസായം നടക്കുകയാണ്. ആ സമാന്തര വ്യവസായത്തെ ഞങ്ങൾ നേരിട്ടത് GST വകുപ്പിന്റെ, ഞങ്ങളുടെ ധനകാര്യ വകുപ്പിന്റെ ചുമതലയാണ്. പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. സംശയം എന്താ? ഒരു സംശയം വേണ്ട. അത് പ്രഖ്യാപിച്ചല്ലോ, നിങ്ങൾ കേൾക്കായിരുന്നിട്ടാണ്. ശബരിമല ഇല്ലേ, ഗുരുവായൂർ, കൊട്ടിയൂർ, തിരുവല്ലം 4 ക്ഷേത്രങ്ങളെ തിരുപ്പതി മോഡലാക്കുന്നതിന് വേണ്ടിയിട്ട് അതിന് പൈസ ഒന്നും വേണ്ട. അതറിയാൻ പാടില്ല. അതൊക്കെ പൈസ തരാൻ ആളുകളുണ്ടാവും, ഭക്തരായിട്ടുള്ള ആളുകളുണ്ടാവും, ഇഷ്ടംപോലെ ആളുകളുണ്ടാവും. തിരുപ്പതി മോഡലുള്ള പ്രോജക്റ്റ് ഗവൺമെന്റ് ദേവസ്വം ബോർഡുകളൊക്കെ ആയിട്ട് ആലോചിച്ച് അത് ചെയ്യും. അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോർപ്പസ് ഉണ്ടാക്കും. അത് സർക്കാർ ജനങ്ങളടയ്ക്കുന്ന നികുതിപ്പണം കൊണ്ടല്ല ക്ഷേത്രങ്ങൾ തിരുപ്പതി മോഡലാക്കുന്നത്. അതല്ലാതെ പണം വരും, അല്ലാതെ പണം ഉണ്ടാക്കി ഇതെല്ലാം ചെയ്യാം. എന്നിട്ട് പിൽഗ്രിം ടൂറിസം പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ ഇപ്പോൾ ശബരിമലയിൽ വന്നതിന്റെ ഇരട്ടി ആളുകളെ ശബരിമലയ്ക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. കൊട്ടിയൂര് തന്നെ ലക്ഷങ്ങൾ വരുവാണ്, ഗുരുവായൂർ വരുവാണ്. ഇപ്പൊ വരുന്നതിന്റെ 3 ഇരട്ടി ആളുകൾ വരും. അവർ സ്റ്റേറ്റിൽ വന്ന് സ്പെൻഡ് ചെയ്യും, സ്റ്റേറ്റിൽ പല സ്ഥലത്തും പോവും. അങ്ങനെയാണ് ഇക്കോണമിയെ ശക്തിപ്പെടുത്തുന്നത് പല വഴികളിലൂടെ. അല്ലാതെ പഴയ വർത്തമാനം പറഞ്ഞ് ഇങ്ങനെ ഇരുന്നാൽ കേരളം രക്ഷപ്പെടില്ല. താങ്കൾ എന്നോട് ചോദിച്ചു നികുതി വർദ്ധിപ്പിക്കാനുള്ള ഒരു നടപടിയില്ലെന്നും. ഈ പദ്ധതികളെല്ലാം കേരളത്തിന്റെ നികുതിയിൽ ഗണ്യമായ വർധനവുണ്ടാവും. നിങ്ങൾ നോക്കിക്കോ, അടുത്ത വർഷം ഞാൻ ഇവിടെ ഇരിക്കില്ലേ? അല്ല, നികുതി വർധനവ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരുന്നത്, ടൂറിസം ഡെവലപ്പ് ചെയ്യുന്നത്, പോർട്ട് സിറ്റി ഡെവലപ്പ് ചെയ്യുന്നത്, ഏവിയേഷൻ ഹബ്ബ് ഉണ്ടാക്കുന്നത്, MSME ഉണ്ടാക്കുന്നത്.
മനസ്സിലായില്ലേ? സിനിമയെ പ്രോത്സാഹിപ്പിക്കുന്നത് എല്ലാം വരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഞങ്ങൾ ഈ വാചകം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇക്കോണമിയെ, സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിച്ചല്ലാതെ വരുമാനം ഉണ്ടാവില്ല. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ആദ്യം മാധ്യമപ്രവർത്തകർ കൂടി, നമ്മൾ അതുകൊണ്ടല്ലേ വൈറ്റ് പേപ്പർ നിങ്ങൾക്ക് കൂടി വേണ്ടിയിട്ടാണ് ഇറക്കുന്നത്. ഈ സംസ്ഥാനത്തിന് ഒരു 100 രൂപ വരുമാനം ഉണ്ടായാൽ 77 രൂപ കമ്മിറ്റഡ് എക്സ്പെൻസ് ആണ്. എന്താണ്? സാലറി, പെൻഷൻ, പലിശയാണ്. കിഫ്ബിയുടെ ഒക്കെ ചോദിച്ചില്ല, കിഫ്ബിയുടെ ഒക്കെ പലിശ എത്രയാണ്? പലിശ അൾട്ടിമേറ്റ് ആയിട്ട് ഗവൺമെന്റ് കൊടുക്കണം. ഇത് കഴിഞ്ഞാൽ എത്ര രൂപയുണ്ട് ഒരു 100 രൂപയിൽ കിട്ടുന്ന വരുമാനത്തിൽ ചെലവാക്കാൻ? നേരത്തെ പറഞ്ഞില്ലേ, ഇൻവെസ്റ്റ്മെന്റ് സർക്കാർ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന്. 100 രൂപയുടെ 77 രൂപയും കമ്മിറ്റഡ് എക്സ്പെൻസ് ആയിട്ട് പോയിട്ട് ബാക്കി 23 രൂപ അതുകൊണ്ട് വേണം വേറെ വെൽഫെയർ പ്രോജക്റ്റ് നടത്താൻ, റോഡ് പണിയാൻ, പാലം പണിയാൻ, വേണ്ടേ? ഒരുപാട് വെൽഫെയർ, പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യാൻ. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇൻവെസ്റ്റ്മെന്റിന് സർക്കാരിന്റെ കയ്യിൽ എവിടെയാണ് പണം? എവിടെയാണ് പണം? ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് UDFന്റെ പ്രത്യേകത. അത് മതി. കാരണം അതിന്റെ DPR ഉണ്ടാക്കണം. DPR ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് 10 കോടി രൂപ വെച്ചിരിക്കുന്നത്. DPR ഉണ്ടാക്കി വലിയൊരു ഇൻഷുറൻസ് സ്കീമാണത്, വലിയൊരു സ്കീം. ആ സ്കീം DPR രൂപപ്പെടുത്തി വരുമ്പോഴാണ് സർക്കാരിന്റെ കോൺട്രിബ്യൂഷൻ എത്രയാണെന്ന് മനസ്സിലാകുന്നത്, സ്റ്റേറ്റിന്റെ കോൺട്രിബ്യൂഷൻ എത്രയാണ്, ഇനി ഏതെങ്കിലും കാറ്റഗറിയിൽപ്പെട്ട ആളുകളുടെ കോൺട്രിബ്യൂഷൻ വേണോ? അപ്പൊ പാവപ്പെട്ടവരിൽ നിന്ന് കോൺട്രിബ്യൂഷൻ മേടിക്കണ്ട. പക്ഷേ 1 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപ വരുമാനമുള്ള ഒരാൾ ആ ഇൻഷുറൻസിന്റെ പരിധിയിൽ വന്നാൽ അയാൾക്ക് വേണ്ടി സ്റ്റേറ്റ് കൊടുക്കണം. അപ്പൊ കാറ്റഗറി നിശ്ചയിക്കും ഇൻഷുറൻസ് സ്കീമിൽ, പാവപ്പെട്ടവരെ സഹായിക്കാനാണ്. അപ്പൊ അതിനുവേണ്ടി കാറ്റഗറി നിശ്ചയിക്കുമ്പോൾ അതിനൊരു DPR വേണം. ഇൻഷുറൻസ് കമ്പനികളുമായി സംസാരിക്കണം. അത് തയ്യാറാക്കിയിട്ട് അതിനു വേണ്ടിയിട്ടാണ് ആ ഇൻഷുറൻസ് സ്കീമിന് പ്രാരംഭ ചെലവുകൾക്കാണ് 10 കോടി രൂപ കൊടുക്കുന്നത്. ഒറ്റ വാചകം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അതിനാണ് പ്രതിപക്ഷ നേതാവ് വിരോധം അതൊക്കെ പറഞ്ഞത്. അത് ഇപ്പോഴത്തെ ഘടനയിൽ കൂടി മാറ്റം വരുത്തി, കുറച്ചുകൂടി മാറ്റം വരുത്തി പ്ലാനിംഗ് ബോർഡിനെ ഒരു തിങ്ക് ടാങ്ക് ആക്കുന്നതാണ്. അതിന് അദ്ദേഹത്തിന് വലിയ വിഷമമുണ്ടോ? ഒരു തിങ്ക് ടാങ്ക് എന്ന് പറഞ്ഞാൽ എന്താ? സംസ്ഥാന ഗവൺമെന്റിനെ കൂടി അഡ്വൈസ് ചെയ്യാൻ പറ്റുന്ന ഫിനാൻഷ്യൽ മാനേജ്, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ബെറ്റർ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ടു പ്രിവെന്റ് ദ ലീക്കേജ് ഫ്രം ദ ട്രഷറി, ടാക്സ് അഡ്മിനിസ്ട്രേഷൻ, എങ്ങനെയാണ് ഒരു ഐഡിയ എങ്ങനെയാണ് ഒരു പ്രോജക്റ്റ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്, മനസ്സിലായേ? ആ ജോലിയൊക്കെ കൂടി അവർക്ക് കൊടുക്കുന്നതാണ്. അത് അപ്പോഴേക്കും എന്താണ് മറ്റത് പിരിച്ചുവിടുക, ഇത് പ്ലാനിംഗ് ബോർഡ് പിരിച്ചുവിടുകയാണ്. ഒരു വാചകമുണ്ട് അവിടെ, ഒരു വാചകം പ്ലാനിംഗ് ബോർഡ് പിരിച്ചുവിടുന്നുണ്ടോ? പ്ലാനിംഗ് ബോർഡിന്റെ ഇപ്പൊ അവർ ചെയ്യുന്ന എന്തെങ്കിലും ഫങ്ഷൻസ് ഞങ്ങൾ മാറ്റുന്നുണ്ടോ? ഒന്നും കൂടി ബെറ്റർ ആക്കുമെന്ന് പറയാൻ പാടില്ലേ? അത് കേരളത്തിന്റെ ഇക്കോണമിയെ, ഫിനാൻസിനെ എല്ലാം ഐഡിയാസ് തരുന്ന ഒരു തിങ്ക് ടാങ്ക് ആക്കി അതിനെ ഡെവലപ്പ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തിങ്ക് ടാങ്കും പാടില്ല, ചിന്തിക്കാൻ പോലും പാടില്ല. അടിമകളാണോ ഈ കേട്ട്? ഈ ക്ലീശേ വാചകങ്ങൾ കേട്ട് കുറെ അടിമകളെ കേരളത്തിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ക്ലീശേ വാചകങ്ങൾ പറഞ്ഞ് കുറെ ലെഫ്റ്റ് ജാർഗൻസ് ഔട്ട്ഡേറ്റഡ് ആയ കാലഹരണപ്പെട്ട ലെഫ്റ്റ് ജാർഗൻസ് പറഞ്ഞ് ക്ലീശേ വന്ന വാചകങ്ങൾ പറഞ്ഞ് പ്രസംഗത്തിലും വർത്തമാനത്തിലും പത്രസമ്മേളനത്തിലും ഞങ്ങൾ അതിനില്ല. അതിൽ കുരുങ്ങിക്കിടക്കാൻ ഞങ്ങളില്ല. ഞങ്ങൾ മാറ്റത്തിന് വേണ്ടിയിട്ടാണ്, പുതിയുഗ കേരളത്തിന് വേണ്ടിയിട്ടാണ്, പുതിയ കാര്യങ്ങളാണ് പറഞ്ഞത്, പുതിയ കാര്യങ്ങൾ. ഇനി ലൈഫ് മിഷൻ പദ്ധതിയെ കുറിച്ച് എന്തെങ്കിലും പരാമർശമുണ്ട്? ഞങ്ങൾ 2 ഏരിയ, ഇത് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞു തുടങ്ങിയ കാര്യമാണ്. പട്ടികജാതി പട്ടികവർഗക്കാർ. ഇവിടെ വന്ന് മുൻ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, 2011 മുതൽ 2016 വരെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പട്ടികജാതി പട്ടികവർഗക്കാർക്ക് എത്ര വീട് പണിതു? 1. 10 കൊല്ലം കൊണ്ട് ലൈഫ് പദ്ധതിയുടെ ഭാഗമായി പട്ടികജാതി പട്ടികവർഗക്കാർക്ക് എത്ര വീട് പണിതു? അത് മെർജ് ചെയ്തോടുകൂടി അവരുടെ വീടുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു. മത്സ്യത്തൊഴിലാളികളുടെ വീടുകൾ 2011 മുതൽ 16 വരെ സെപ്പറേറ്റ് ആയി നിന്ന കാലത്ത് എത്ര വീടുകൾ പണിതു? ഈ ലൈഫിന്റെ ഭാഗമാക്കിയതിനു ശേഷം ആ പാവങ്ങളുടെ വീടുകളിലെ എണ്ണത്തിൽ എത്ര കുറവ് വന്നു? ഞങ്ങളുടെ കണക്കുണ്ട്. അതുകൊണ്ട് അത് 2 സെപ്പറേറ്റ് ആക്കി. ഏറ്റവും ദുർബല വിഭാഗങ്ങളാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട് ബജറ്റ്, പട്ടികജാതി പട്ടികവർഗക്കാരും അത് കഴിഞ്ഞാൽ മത്സ്യത്തൊഴിലാളികളും കേരളത്തിലെ ഏറ്റവും പിന്നോക്കമാണ്. കാരണം മത്സ്യ സബ്സിഡി
ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 40 രൂപ മണ്ണെണ്ണയ്ക്ക് ഉള്ള സമയത്ത് 25 രൂപ സബ്സിഡി കൊണ്ടുവന്നു. ഞാൻ കരഞ്ഞ നിയമസഭയിൽ പല പ്രാവശ്യം. നിങ്ങൾ ഇപ്പൊ 40 രൂപയുടെ മണ്ണെണ്ണയുടെ വില 150 അടുത്തായി. 120 ആയപ്പോൾ ഞാൻ ഗവൺമെന്റിനോട് പറഞ്ഞു, ദയവ് ചെയ്ത് അവർക്കത് താങ്ങാൻ പറ്റുന്നില്ല, നിങ്ങൾ ആ സബ്സിഡി 25 രൂപ ഉയർത്തുന്നു. ചെയ്തില്ല. എന്നിട്ട് ഈ പോണ പോക്കിന് 50 രൂപയാക്കി. പോണ അപ്പൊ പൈസ ചെലവാക്കണ്ടല്ലോ. പോണ പോക്കിനെ 10 കൊല്ലം 25 രൂപയിൽ നിന്നു. മണ്ണെണ്ണയുടെ വില 40 രൂപയിൽ നിന്ന് 120 രൂപ വരെ, 140 രൂപ ബ്ലാക്കിലുമായി. ഞാൻ കൈകൂപ്പി പറഞ്ഞിട്ടുണ്ട് നിയമസഭയിൽ, ദയവ് ചെയ്ത്. കാരണം നമുക്കറിയാം സങ്കടം. മണ്ണെണ്ണ വട്ടി പലിശയ്ക്ക് കടം മേടിച്ചിട്ടാണ് മത്സ്യബന്ധനത്തിന് പോകുന്നത്. പഴയ മത്സ്യലഭ്യത പോലുമില്ല. തിരിച്ചു വരുമ്പോ വട്ടി പലിശക്കാരെ കാത്തേക്ക് ഒന്നും കിട്ടിയിട്ടില്ല. സങ്കടമായിരുന്നു. അവർ 50 ആക്കിയിട്ടൊന്നും കൊടുത്തില്ല. നമ്മൾ 75 ആക്കി. മണ്ണെണ്ണയുടെ പകുതിയെങ്കിലും സബ്സിഡി ആക്കി. പകുതി കൂടുതൽ സബ്സിഡി ആക്കി. 75 രൂപ പകുതി കൂടുതൽ മണ്ണെണ്ണയുടെ ആക്കി. അതൊക്കെയാണ് ഹൃദയത്തിൽ തൊട്ടുള്ള പ്രവർത്തനങ്ങളാണ്. സങ്കടം കണ്ടിട്ടാണ്. ഭൂരഹിതരുടെ എണ്ണം പട്ടികജാതിക്കാരിലും പട്ടികവർഗക്കാരിലും മത്സ്യത്തൊഴിലാളികളുടെയും എണ്ണം വർദ്ധിച്ചിട്ടാണ്. ഇതൊക്കെ നിയമസഭയിൽ സർക്കാരിന്റെ മുഖത്ത് നോക്കി വിരൽ ചൂണ്ടി സംസാരിച്ചിട്ടുള്ള കാര്യമാണ്. അതാണിപ്പോ നടപ്പാക്കിയത്. അവസരം വന്നപ്പോൾ എനിക്ക് അഭിമാനം ഉണ്ടാവില്ല. എന്നിട്ട് ലൈഫ് പദ്ധതിയെ പറ്റി ഞങ്ങൾ വല്ല പറഞ്ഞിട്ടുണ്ടോ ഇതിനകത്ത്? ഇനി കിഫ്ബി നിർത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? കിഫ്ബിയുടെ ഈ മോഡലൊന്നും പറ്റില്ല. കിഫ്ബി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബാധ്യത എത്രയാ? എത്ര ശതമാനം പലിശയ്ക്കാണ് മേടിക്കുന്നത്? ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് 9.72 9% മീതെ മുഴുവൻ പലിശയ്ക്ക് പൈസ എടുത്തിട്ട് ആ പലിശയുടെ ബാധ്യത മുഴുവൻ എന്തെങ്കിലും ഒരു വരുമാനം കിഫ്ബി ഉണ്ടാക്കുന്നുണ്ടോ? ഓഫ് ബോറോയിങ് ആണ്, എക്സ്ട്രാ ബജറ്ററി ആണ്, എല്ലാം ഇങ്ങോട്ട് വരുവാണേ. അവസാനം അതൊക്കെ റീസ്ട്രക്ചർ ചെയ്യും. അതൊക്കെ ഞങ്ങൾ വിമർശിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതിനും കൂടിയുള്ള മാൻഡേറ്റ് ആണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. മാൻഡേറ്റ്. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് ഓർമ്മയുണ്ട് കൃത്യമായിട്ട്. You have not heard my budget speech. I have made it very clear that there will be a study on KIFBI. On the basis of that study report, we will take decisions. അല്ല, അതിന് അഡീഷണൽ ആയിട്ട് 50 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്നുള്ളൊരു സെന്റൻസ് ഉണ്ട് അതിൻ്റെ അകത്ത്. അതായത് പ്ലാൻ ഫണ്ട് കൂടാതെ ഫിഷറീസിലേക്ക് ഒരു 50 കോടി രൂപയിലധികം കൊടുത്തിട്ടുണ്ട് ഫിഷറീസിലേക്ക് ഇത്തരം പദ്ധതികൾ നടപ്പാക്കാൻ വേണ്ടിയിട്ട്. അതായത് ഈ പ്ലാനിന്റെ എമൗണ്ട് കുറഞ്ഞിട്ടും പട്ടികജാതി പട്ടികവർഗ മേഖലയും ഫിഷറി സെക്ടറിനെയും കുറയ്ക്കാൻ പറ്റില്ല. പിന്നെ ഫിഷറീസിന് ഇനി പുതിയതായിട്ടൊരു സബ് പ്ലാൻ ഉണ്ടാക്കുകയാണ്. അതാണ് വളരെ മത്സ്യ മേഖലയിലുള്ള വലിയ വിപ്ലവകരമായ തീരുമാനങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ ബജറ്റിലുള്ളത്. There is no mention in the budget that we are going to privatize any public sector. But the government's fiscal situation is very vulnerable. Our 77% of our revenue is committed expense. National level it is below 40 or 45. Here it is 77. That means we have only 23% money for development, for welfare activities. So we are not able to build any industry as our own. We need, and the position, fiscal position is very bad. So we have taken a decision for a better financial management, to prevent the leakage from the exchequer and to stimulate the economy. How can we stimulate the economy? Only through stimulating the economy we will be able to refill the exchequer. Then only we will be able to implement the development projects as well as the welfare projects. Without money and borrowing, how can we
invest money on these things. So our policy is that we will welcome the private investments, no doubt at all. That is our policy. We will facilitate for implementing projects in the private sector. Some of the projects where we are able to cooperate, it will be PPP projects. In some projects, the NRIs, NRKs, non-resident Keralais will participate. In some projects, we will provide land. Our land will be the equity in the project. The entire investment will be the private sector. That there are so many models: hybrid annuity model, PPP model, and the public cooperative sector. We are planning to set up public investment and the cooperative sector's investment. There are so many models. The last government has taken a decision to promote the low alcoholic liquor, but they have not fixed any tax for the low alcoholic liquor. So we have decided, we have welcomed that decision of the last government. It is good. It is part of our liquor policy also to promote the low alcoholic content liquor. But there is no declaration is not enough. We have to fix the tax. We have fixed the tax that to invite the low alcoholic content liquor to Kerala. There are so many incidents like that in the last government's time. The government of Kerala expressed our displeasure to the Lok Bhavan in this matter, and we hope that they will not repeat it again, because this is an executive domain. Executive domain. That functions has to be done by the government. So the Chief Secretary, when there was a controversy, the Governor Secretary sent a letter to the state government explaining the details. After going through that letter, the Chief Secretary of the state expressed the displeasure of the state government to the Lok Bhavan. That is a procedure. So the question is basically when a meeting like this is called, your statement from your office itself stated that you got to know through media reports. So that is something which doesn't look because the office. No, nobody was aware of for why they are convening such a meeting. We don't have any idea. There was no information to the government side. They invited vice chancellors and some officers in their capacity without knowing the government. That is why we express our displeasure. ശമ്പള കമ്മീഷൻ അല്ല, അത് നിയമിച്ചേക്കുമല്ലേ, അതിന്റെ റിപ്പോർട്ടില്ലല്ലോ, റിപ്പോർട്ടൊന്നും തന്നിട്ടില്ലല്ലോ. അവര് ചെയ്യണ്ടായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അതേ സമയത്ത് ചെയ്തില്ലേ ഇവര്? അല്ല, ഞാൻ പറഞ്ഞത് ഒരു പേ കമ്മീഷൻ കേരളത്തിന്റെ ഹിസ്റ്ററി നോക്ക് നിങ്ങൾ. അതാത് ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ അവര് നിയമിച്ച് അവരുടെ കാലത്ത് അതിന്റെ റിപ്പോർട്ട് കൊടുത്ത് അതാത് ഗവൺമെന്റ് അത് ഇംപ്ലിമെന്റ് ചെയ്യും. ഇവരതിൽ നിന്ന് ഊരിയതാണ്. 3 വർഷം കഴിഞ്ഞപ്പോൾ ഡ്യൂ ആയി ഈ പേ കമ്മീഷൻ വെക്കേണ്ടത്. ഒരുപാട് സമരങ്ങൾ നടന്നു. അന്നൊന്നും ഇവരാരും മിണ്ടിയില്ല. എന്നിട്ട് പോണ പോക്കിന് ഒരു പേ കമ്മീഷൻ വെച്ചു അടുത്ത സർക്കാരിന്റെ തലയിലേക്ക്. എന്തോ ഒരു സാധനം ഇങ്ങനെ തന്നിട്ടുണ്ടെന്നറിയാമോ സമ്മാനമായിട്ട് പോകുന്ന പോക്കില്. എന്നിട്ടാണ് ഇവിടെ വന്നിരുന്നിട്ട് ഇതൊക്കെ പറയണത്. അതിനെയൊക്കെ വിമർശിക്കുകയാണ്. DA കൊടുത്തില്ല, DA പ്രഖ്യാപിച്ചില്ല. ആരുണ്ടാക്കിയ കുടിശ്ശികയാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കണ്ട. ഇനി ഇന്നലെ പത്രസമ്മേളനം നടത്തി ഒരു കാര്യം ബഹുമാനപ്പെട്ട
നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അല്ലേ, അതായത് PMC പദ്ധതിയെ പറ്റി ഞങ്ങൾ എന്താ ചെയ്തത്? ആരാ ഒപ്പിട്ടത്? PMCയിൽ ആരാ ഒപ്പിട്ടത്? എൻ്റെ ഒറ്റ ചോദ്യം. അല്ലല്ല, കേൾക്ക്, ആരാ ഒപ്പിട്ടത്? പിണറായി വിജയൻ സർക്കാർ കൂടിയാലോചനകൾക്ക് ശേഷം ഒപ്പിട്ടിട്ട് അതിനെ ന്യായീകരിച്ചു അല്ലേ? ന്യായീകരിച്ചല്ലോ. എന്നിട്ട് പറഞ്ഞു പിൻവലിക്കാനുള്ള കത്തല്ല അയച്ചത്. ഞാൻ പത്രസമ്മേളനത്തിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞത് മിനിങ്ങാന്ന്, മരവിപ്പിക്കാനുള്ള കത്ത്. ഈ എഗ്രിമെന്റിൽ മരവിപ്പിക്കാൻ ഏത് പ്രൊവിഷനാണുള്ളത്? ഒരു എഗ്രിമെന്റ് അല്ലേ? സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും കൂടി ചെയ്യുന്ന ഈ എഗ്രിമെന്റ് എൻ്റെ കയ്യിലുണ്ട്. മരവിപ്പിക്കാൻ ഏത് പ്രൊവിഷനാണുള്ളത്? ഇനി ഞങ്ങളോട് ചോദിക്കുന്നത് എന്താ? നിങ്ങൾക്ക് പിന്മാറാമായിരുന്നില്ലേ? ഇവർക്ക് പിന്മാറായിരുന്നില്ലേ? ഒപ്പിട്ട് കഴിഞ്ഞപ്പോൾ പിന്മാറായിരുന്നില്ലേ? ഞാൻ അതുകൂടി പറഞ്ഞുതരാം. പിന്മാറാനുള്ള ഒരു പ്രൊവിഷനും ഇതിൻ്റെ അകത്തില്ല, ഈ നിയമത്തിലില്ല. പിന്മാറാനുള്ള ഒരു സംഭവവും ഇതിൻ്റെ അകത്തില്ല. പിന്മാറാൻ പറ്റില്ല. ഇതിനകത്ത് പിന്മാറാൻ അധികാരമുള്ളത് കേന്ദ്ര ഗവൺമെന്റിനും കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിനും കേന്ദ്ര സ്കൂൾ വിദ്യാഭ്യാസ ലിറ്ററസി വകുപ്പിനും മാത്രമേ ഉള്ളൂ. 3 ഏജൻസികൾ കേന്ദ്ര ഗവൺമെന്റ് അടക്കം പിന്മാറാൻ. സംസ്ഥാന ഗവൺമെന്റ് ഇതിൻ്റെ അകത്ത് പാർട്ടിയായാൽ പിന്മാറാൻ 1 മാസത്തെ നോട്ടീസിൽ പിന്മാറാൻ അധികാരം കേന്ദ്രത്തിന് മാത്രമേ ഉള്ളൂ. ഇവർ ഒപ്പിട്ടപ്പോൾ തന്നെ കേരളം അതിന്റെ ഭാഗമായി. അടൂർ പ്രകാശിന് കൊടുത്ത ചോദ്യത്തിൽ അതൊക്കെ വളരെ കൃത്യമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. കേരളം ഇതിന്റെ പാർട്ടിയാണ്. പാർലമെന്റിൽ കൊടുത്ത ഉത്തരം, കേരളം ഇതിന്റെ പാർട്ടിയാണ്, ഇതിന്റെ അകത്ത് ഒപ്പിട്ടിട്ടുണ്ട്, തമിഴ്നാടും വെസ്റ്റ് ബംഗാളും മാത്രമാണ് ഒപ്പുവെക്കാത്തതെന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഇവിടെ എന്നോട് പഞ്ചാബിന്റെ കാര്യം ചോദിച്ചു. ആരോ പഞ്ചാബ് 2023 സെന്ററിന് എഴുതി ജൂലൈ 18 ഞങ്ങളില്ലാന്ന്, ഞങ്ങൾ ഇതിൽ നിന്ന് മാറുകയാണ്. എന്നിട്ട് 2024 ജൂലൈ 26 വീണ്ടും കത്തെഴുതി ഞങ്ങളിത് ഇംപ്ലിമെന്റ് ചെയ്യും, ഞങ്ങൾ ഇതിന്റെ ഭാഗമാകുമെന്ന് പഞ്ചാബ്. കേട്ടോ, അതായത് 2023 പുറത്തു പോകാൻ പറ്റില്ല. 24 വീണ്ടും കത്തെഴുതി ഇതിന്റെ അകത്ത് ഭാഗമാവുകയാണെന്ന്. പിന്നെ ഇപ്പൊ പറയുന്ന ഈ മത നിരപേക്ഷതയും മറ്റതിനെ കുറിച്ചൊക്കെ ഭയങ്കര ഇതാണല്ലോ, വർഗീയത ഒക്കെയാണ്. ഒക്ടോബർ 27, 2025 ദേശാഭിമാനി പത്രത്തിൽ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി എഴുതിയൊരു ലേഖനമുണ്ട്. എല്ലാത്തിനുള്ള മറുപടിയാണ്. PM ശ്രീ പദ്ധതിയുടെ ധാരണാപത്രത്തിൽ സൂചിപ്പിച്ച കാര്യങ്ങളെ തെറ്റായി വ്യാഖ്യാനിക്കാൻ മത്സരിക്കുകയാണ് ചിലർ. അതിൽ പത്രമാധ്യമങ്ങളും രാഷ്ട്രീയ നേതൃത്വവും കൂടിയുണ്ട്, നമ്മളും നിങ്ങളും. പദ്ധതിയിൽ ഒപ്പുവെച്ചാൽ പാഠ്യപദ്ധതിയെല്ലാം മാറ്റി കേന്ദ്രം നിശ്ചയിച്ചു നൽകുന്നത് നടപ്പാക്കേണ്ടി വരും എന്നത് അവാസ്തവമാണ്. സംസ്ഥാനങ്ങൾക്ക് അവരുടെ കരിക്കുലം തുടരാമെന്ന കാര്യം ദേശീയ വിദ്യാഭ്യാസ നയം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പേജ് 17 പാരഗ്രാഫ് 3. അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ഞാനല്ല. മാത്രവുമല്ല, രാജ്യത്ത് സംഭവിക്കുന്ന മാറ്റങ്ങൾക്കനുസൃതമായി പാഠ്യപദ്ധതി പരിഷ്കരിച്ച ഏക സംസ്ഥാനവും കേരളമാണ്. അക്കാദമികപരമായി ഏത് പുസ്തകം സ്വീകരിച്ചാലും അതിലെ ഏത് പാഠം പഠിപ്പിക്കരുത് എന്ന് തീരുമാനിക്കാനുള്ള പരമാധികാരം സംസ്ഥാനങ്ങൾക്കുണ്ട്. ശിവൻകുട്ടി, അതുകൊണ്ടാണ് NCERT രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തി പാഠഭാഗങ്ങൾ വെട്ടിമാറ്റിയപ്പോൾ കേരളം അഡീഷണൽ പാഠപുസ്തകങ്ങൾ പുറത്തിറക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത്. ഇതിലും തൃപ്തിയില്ലാത്തവർ, ഇത്രയും പറഞ്ഞിട്ട് തൃപ്തിയില്ലാത്തവർ PM ശ്രീ നടപ്പാക്കിയ സംസ്ഥാനങ്ങളിൽ നേരിട്ട് അന്വേഷിച്ച് ബോധ്യപ്പെടുന്നതാണ്. ഇതെനിക്ക് പിണറായി വിജയനോട് പറഞ്ഞാൽ പോരെ ഈ മറുപടി ശിവൻകുട്ടിയോട് എനിക്ക് പറഞ്ഞാൽ പോരെ ഈ മറുപടി? ഇനി കേട്ടോ, കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പാക്കുന്നത് സംസ്ഥാനങ്ങളുടെ നികുതി പണം കൂടി ഉപയോഗപ്പെടുത്തിയാണ്. കറക്റ്റാണ്. ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന ഫെഡറൽ തത്വങ്ങളിൽ വിശ്വസിക്കുന്ന കേരളം പദ്ധതികളെ നിരാകരിക്കുന്നത് ജനദ്രോഹപരമായ നിലപാടുകളായി മാറുകയും ചെയ്യും. എന്തൊരു സ്ട്രോങ് സ്റ്റേറ്റ്മെന്റാ. സമഗ്ര ശിക്ഷ, PM പോഷൻ സ്റ്റാർസ്, ന്യൂ ഇന്ത്യ ലിറ്ററസി പ്രോഗ്രാം എന്നിവയും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ PM ഉഷയും ഇതിനകം തന്നെ നാം നടപ്പാക്കി വരുന്നു. പദ്ധതി നടപ്പാക്കിയ സംസ്ഥാനങ്ങളുടെ അനുഭവങ്ങളും നിരന്തരമായ ആശയവിനിമയത്തിന്റെയും അടിസ്ഥാനത്തിലാണ് PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ വകുപ്പ് തീരുമാനിച്ചത്. ഞാൻ ഒന്നും പറയണം. അല്ലല്ല, ലെറ്റ് മീ കംപ്ലീറ്റ്. നിങ്ങൾ തന്നെ കുറെ നേരമല്ല ചോദിക്കുന്നത്. മീ കംപ്ലീറ്റ്. കേന്ദ്ര സമ്മർദ്ദത്തിൽ ആദ്യം ആയുഷ്മാൻ ആരോഗ്യ മന്ത്രി ഏതോ കേന്ദ്രത്തിന്റെ പേര് വെക്കണമെന്ന് പറഞ്ഞു. ഇതിവിടെ നടപ്പാക്കാൻ സമ്മതിക്കില്ല.
2 കൊല്ലം കഴിഞ്ഞപ്പോൾ അത് സമ്മതിച്ചു. കഴിഞ്ഞ ഗവൺമെന്റ് 2 കൊല്ലം കഴിഞ്ഞപ്പോൾ അവിടെ സമ്മതിച്ചു. കേരള ഗവൺമെന്റ് സീഡ്സ് ഗ്രൗണ്ട് എഗ്രീസ് ടു റീനെയിം ഹെൽത്ത് സെന്റേഴ്സ് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ. ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന് പേരിടുന്നതിന്റെ പേരിൽ 2 കൊല്ലം ആ പൈസ മേടിക്കാതിരുന്നു. മനസ്സിലായില്ലേ? ഇതാണ് കാര്യങ്ങൾ. അപ്പൊ വെറുതെ ഞാൻ കേട്ടെ ഒരു വിരൽ ഇങ്ങോട്ട് ചൂണ്ടുമ്പോ 4 സ്വന്തം നെഞ്ചിലേക്കാണെന്ന് വിചാരിച്ചാൽ മതി. പറയുമ്പോ എല്ലാത്തിനും കൃത്യമായ മറുപടി ഉണ്ട്. ഇപ്പൊ പറഞ്ഞല്ലോ ശിവൻകുട്ടിയും മറുപടി പറയില്ല, അത് ഉണ്ടെന്നാ പറഞ്ഞത്. അല്ല ഞങ്ങൾക്ക് കിട്ടും, ഞങ്ങൾ മേടിക്കും. ശിവൻകുട്ടി പറഞ്ഞല്ലോ അത് ഉണ്ടെന്ന്, ഒരു പ്രശ്നമില്ല. നിങ്ങൾ ഇനിയിപ്പോ സംശയം വേണ്ടല്ലോ. മുൻ വിദ്യാഭ്യാസ മന്ത്രി ഇതിൽ ഒപ്പിട്ട അദ്ദേഹം പറഞ്ഞല്ലോ കരിക്കുലത്തിന് ഒരു ഫ്രീഡത്തിന് കുഴപ്പമില്ല, ഇഷ്ടം പോലെ പാഠപുസ്തകം നമുക്ക് ഉണ്ടാക്കാം, സ്കൂളിനെ നമുക്ക് സെലക്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞല്ലോ. അല്ല നിങ്ങളോട് ഞാൻ മിനിഞ്ഞാന്ന് ചോദിച്ച അതേ ചോദ്യത്തിനാണ് നിങ്ങൾ വീണ്ടും ചോദിക്കുന്നത്. ഞാൻ അന്ന് എന്താ പറഞ്ഞത്? ഇതിന്റെ അകത്ത് ഒപ്പിടില്ല എന്ന് പറഞ്ഞ് നടന്നു കുറെ നാൾ. എന്നിട്ട് അവസാനം മന്ത്രിസഭയെ വരെ ഇരുട്ടിൽ നിർത്തി ഒപ്പിട്ടുകൊണ്ട് വന്നു. CPI ഭയങ്കര ബഹളം ഉണ്ടാക്കി. CPI മന്ത്രിസഭയിൽ ബഹളം ഉണ്ടാക്കുമ്പോൾ ഇത് ഒപ്പിട്ടത് അറിയാമായിരുന്ന 2 പേരുണ്ടാവും മന്ത്രിസഭയിൽ. മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രി 2 പേരും മിണ്ടി കൊടുത്തില്ല മന്ത്രിസഭയിൽ. ആ പാവങ്ങളിൽ നിന്ന് ഫൈറ്റ് ചെയ്യണില്ല, ഒപ്പിടരുത് പറഞ്ഞു. ഈ കാപട്യം കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിയും കാണിച്ചിട്ടില്ല. ഒരു കാര്യത്തിൽ ഒപ്പിട്ട് വന്നിട്ട് അതിനെക്കുറിച്ച് മിണ്ടാതെ അതിനെക്കുറിച്ച് ചർച്ച നടക്കുമ്പോൾ മന്ത്രിസഭയിൽ ഞാൻ അതിനെയാണ് വിമർശിച്ചത്. കാരണം എന്താ കാര്യം? കോൺഗ്രസ് ഭരിക്കുന്ന ഗവൺമെന്റുകൾ അതിൽ പങ്കാളികളാണ്. PMC പദ്ധതി ഈ കാപട്യം മുഴുവൻ പറഞ്ഞ് ഈ ആരോഗ്യമന്ത്രിന്റെ കാര്യം പറഞ്ഞതുപോലെ ഇപ്പൊ എന്തോ പറഞ്ഞത് PMA പദ്ധതിയിൽ ഒരു എംബ്ലം ഉണ്ട്, ആ എംബ്ലം വയ്ക്കും. അത് കാരണം ഇനി PMA പദ്ധതി വേണ്ട. ഇതൊക്കെ വെറുതെ പ്രസംഗമാണ്. മനസ്സിലായി? നമ്മൾ കൃത്യമായിട്ട് ഈ പോയിന്റ് പറഞ്ഞല്ലോ. ഇത് കേന്ദ്രത്തിന്റെ ഔദാര്യമല്ല ഒരു പദ്ധതിക്കും പൈസ ഇടുന്നത്. പേരുകളൊക്കെ അവർക്ക് ഇഷ്ടമുള്ള ഇടും. അത് UPA ഗവൺമെന്റ് ഉള്ളപ്പോൾ സമയത്തും ഓരോ പേര് വരും. ചിലപ്പോൾ രാജീവ് ഗാന്ധിയുടെ പേരിൽ വരും. ഇന്ദിരാ ആവാസ് യോജന ആയിരുന്നു പണ്ട്. ഈ PMA പദ്ധതിയുടെ പേര് ഇന്ദിരാ ആവാസ് യോജന, അതൊക്കെ ഇടും. പേരിലല്ലല്ലോ കാര്യം. ആരുടെ പണമാണ്? അവരുടെ ആരെങ്കിലും വീട്ടിൽ നിന്ന് തരുന്ന പണമാണോ? നമുക്ക് തരുന്ന ഔദാര്യമാണോ? കേരളം GST അടയ്ക്കുന്ന ഓരോ മലയാളിയും അടയ്ക്കുന്ന GSTയുടെ പകുതി കേന്ദ്രത്തിലേക്ക് പോകുന്നത്. പകുതി 50%. പിന്നെ ഇവിടുന്ന് പെട്രോളിയം ഇത് പോകുന്നത്, ഇതൊക്കെ അതുകൊണ്ട് ഈ പണം കളയാൻ വേണ്ടിയിട്ടുള്ള ഇതിനെല്ലാം മറുപടി ഉണ്ടല്ലോ. ഇതിനൊന്നും ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു വെച്ചിട്ട് പിന്നെന്തിനാ മരവിപ്പിച്ച്? അല്ല, ഒരു ചോദ്യം അങ്ങോട്ടാണ്. നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ടാണല്ലോ സംസാരിക്കുന്നത്. അല്ല, ചോദ്യം പിന്നെന്തിനാ മരവിപ്പിച്ചെന്ന് പറഞ്ഞാൽ തന്നെ തട്ടിപ്പാണ്. മരവിപ്പിക്കാനുള്ള പ്രൊവിഷൻ ഇല്ല. ഓൾറെഡി entered into an agreement. Kerala is a part of that agreement. There is no provision to withdraw from. Only the Central School Education and Literacy Department and Central School Department and the central government, they can only have the powers. They can only withdraw from the agreement. That agreement, ആ എഗ്രിമെന്റിന്റെ അടിയില നമുക്ക് പിൻവലിക്കാൻ അധികാരം ഇല്ല, നമുക്ക് മരവിപ്പിക്കാൻ അധികാരം ഇല്ല എന്നുള്ള എഗ്രിമെന്റിന്റെ അടിയിലാണ് പോയി ഒപ്പിട്ടിട്ട് വന്നത്. അത് നമ്മളാരും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ ഇതാണ്. അന്ന് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ എന്റെ അഭിപ്രായം ഇതാണ്. നിങ്ങളെടുത്ത് റെക്കോർഡ് നോക്കിക്കോ. ഞാൻ അന്നും വളരെ സൂക്ഷിച്ചാ പറഞ്ഞിരിക്കുന്നത്. അതല്ലല്ലോ പറഞ്ഞത്, അതല്ലല്ലോ. നിങ്ങൾ എന്തിനാണ്? അല്ലല്ല, അത് അങ്ങനെ അത്രയും ഇതായല്ലേ. അല്ലല്ല, ഇത്രയും നേരം പറഞ്ഞു വന്നിട്ട് ഇങ്ങനത്തെ സംസാരിക്കൽ. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ നിർബന്ധിതരായി. വി ഹാവ് നോ അതർ ഓപ്ഷൻ. അതുകൊണ്ട് ഞങ്ങൾ എന്താ ചെയ്തത്? അവരുടെ കണ്ടീഷൻസ് അടിച്ചേൽപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കത്ത് കൊടുക്കണം. അതിന് ഞങ്ങളൊരു മന്ത്രിസഭാ സബ് കമ്മിറ്റിയെ വെച്ചു. ആ പൈസ മേടിക്കണം അങ്ങോട്ട്. നമുക്ക് അവകാശപ്പെട്ട പൈസ 1000 കോടി രൂപ വാങ്ങിക്കണം. അവരുടെ നിർദ്ദേശങ്ങൾ അടിച്ചേൽപ്പിക്കാതിരിക്കാനുള്ള സ്ട്രോങ് ആയിട്ടുള്ള നിലപാട് ഞങ്ങൾ സ്വീകരിക്കും. സ്ട്രോങ് ആയിട്ടുള്ള ഒരു നിർദ്ദേശവും ഈ കരിക്കുലത്തിന്റെ ഫ്രീഡത്തിനെ ബാധിക്കുന്ന ഒരു കാര്യവും ഒരു തരത്തിലും ഞങ്ങൾ അനുവദിക്കില്ല. അതാണ് ഞങ്ങളുടെ സ്റ്റാൻഡ്. മനസ്സിലായില്ലേ? ഞങ്ങളുടെ സ്റ്റാൻഡ് അതാണ്. ഓക്കെ, ഇത്രയും മതി. പിന്നെ കരുതൽ മിഷൻ നമുക്കാണെങ്കിൽ ഡിസാസ്റ്റർ
അല്ല, അതെല്ലാം അഡ്വാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അത് മോഡേൺ ടെക്നോളജി ഉപയോഗിച്ച് അഡ്വാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോഴുള്ള സിസ്റ്റത്തെ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള ഇതിന്റെ ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായിട്ട് തന്നെയുള്ള കൂടുതൽ എക്സ്പേർട്ടിനെ വെച്ചുകൊണ്ടുള്ള സംവിധാനമാണ്. പിന്നെ ഏതാ ചോദിച്ചത്? അല്ലല്ല, CMDRF വേറെ, അതും തമ്മിൽ ക്ലാഷ് ഉണ്ടാവില്ല. CMDRFിന് അതിനകത്ത് പരിമിതികളുണ്ട്, കൊടുക്കുന്നതിനുള്ള പരിമിതികളുണ്ട്. അത് സെലക്ട് ചെയ്യും ഏതെല്ലാം കേസസിലാണ് സഹായിക്കേണ്ടതെന്നുള്ളത്. CMDRFിലേക്ക് പൈസ വരുന്നതിന് ഒരു തടസ്സവും ഇതിന്റെ അകത്ത് ഉണ്ടാവില്ല. അങ്ങനെയാണ് ഞാൻ സമ്മതിക്കുന്നത്. ഇതിന് വേറെ എന്തോ ചോദിച്ചു, വേറൊരു ചോദ്യം. ആർക്കിടെക്ചർ ഡിസൈൻ, അതിന് പുതിയ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുകയാണ്. PPP ആയിട്ട് ഒരു സബ്ജക്ട് തുടങ്ങുകയാണ്. ഗവൺമെന്റും ആർക്കിടെക്ചേഴ്സിന്റെ അവരുടെ ഒരു PPP സംരംഭം തുടങ്ങുകയാണ്. അവിടെ BTech തുടങ്ങും, MTech കൊടുക്കും. എന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ ഡിസൈൻസ് ശ്രദ്ധിച്ചാൽ നമ്മുടെ ഡിസൈൻസ് വളരെ മോശമാണ്. സ്കൂളും ആശുപത്രിയും അംഗൻവാടി എല്ലാം കണ്ട ഒരേപോലെ ഇരിക്കും, ഇല്ലേ? സ്റ്റേറ്റിനൊരു ഡിസൈൻ ഉണ്ടാകണം. ഇപ്പൊ നമ്മുടെ എഞ്ചിനീയേഴ്സിനെ, നമ്മുടെ ആർക്കിടെക്ട്സിനെ ഈ ഇത്രയും വലിയൊരു സെന്റർ ഓഫ് എക്സലൻസിൽ പറഞ്ഞു വിട്ട് അവർക്ക് ഓറിയന്റേഷൻ, അതുകൂടിയാണ് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഓറിയന്റേഷൻ കോഴ്സ് നടത്തണം. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടെ ഉണ്ടായതുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോ? വേറൊരെണ്ണം ഉണ്ട്, എനിക്കറിയാം. വേറൊരെണ്ണം ഉണ്ട്. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടി ഉണ്ടായതുകൊണ്ടെന്താ കുഴപ്പം? ഒരു ആർക്കിടെക്ട്സിനും ഡിസൈൻ, ഇപ്പൊ ഇവിടെ ആർക്കിടെക്ട് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, എനിക്കറിയാം. CET-യിലുണ്ട്, വേറെ കൊല്ലത്തല്ലേ ഒരെണ്ണം ഉണ്ട്. ഉണ്ട്. ഇത് വേറൊരു സ്ഥാപനം തുടങ്ങാൻ പാടില്ലേ? അതും മതിയോ? പോരാന്ന് ഞങ്ങൾക്ക് തോന്നിയതുകൊണ്ടാണ്. അതുപോലെ 2 ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ട്സ് വന്നു കഴിഞ്ഞാൽ എന്താ കുഴപ്പം? കൂടുതൽ കുട്ടികൾക്ക് അവസരം കിട്ടില്ലേ? എന്തിനാ ഈ പിള്ളേരെ കാനഡയിലേക്കും ഓസ്ട്രേലിയയിലേക്കും ജർമ്മനിയിലേക്കും വിടണമെന്ന് വിചാരിച്ചിട്ടാ? ഒരു സെന്റർ ഓഫ് എക്സലൻസ് വന്ന് ഇവിടുത്തെ കുട്ടികൾ മാത്രമല്ല, ഔട്ട് ഓഫ് സ്റ്റേറ്റ് കുട്ടികൾ വരും. അവര് കർണാടകത്തിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും ഒക്കെ കാനഡയിലേക്ക് ഓസ്ട്രേലിയയിലേക്ക് പോകുന്ന കുട്ടികൾ വന്നിട്ട് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് പഠിക്കും. വേണ്ടേ? ഞങ്ങൾ സ്റ്റുഡന്റ് ഡൈവേഴ്സിറ്റിയെ കുറിച്ച് പറഞ്ഞ കണ്ട, ഹാർവാർഡിൽ 100 രാജ്യങ്ങളിലെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. JNUവിൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. ഇത് വെറുതെ ഞാൻ വന്ന് പറഞ്ഞതല്ല. ഇതൊക്കെ കഴിഞ്ഞ 2 വർഷമായി കഠിനാധ്വാനം നടത്തി, അക്കാഡമീഷ്യൻസിനെ വച്ച് എഡ്യൂക്കേഷൻ കോൺക്ലേവ് നടത്തി, എഡ്യൂക്കേഷൻ ഡോക്യുമെന്റ് തയ്യാറാക്കി, അത് ഞങ്ങൾ വന്നാൽ നടപ്പാക്കും എന്ന് പ്രഖ്യാപിച്ചിട്ട് കൊണ്ടുവന്നാണ്. അത്ര ആത്മാർത്ഥതയാണ് ഈ കാര്യത്തിലേക്കുള്ളത്. ആ പറഞ്ഞ പദ്ധതികളെല്ലാം പുതിയുഗ യാത്രയിലും തെരഞ്ഞെടുപ്പ് പ്രസംഗങ്ങളിലും പിന്നെ ഈ ഡോക്യുമെന്റ് വെച്ചപ്പോഴൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ്. കുറെ കൂടെ വിശദമായി പഠിച്ചു. അതിന്റെ ഫിനാൻഷ്യൽ ലയബിലിറ്റി, അതിന്റെ പോസിബിലിറ്റീസ്, അതിനെക്കുറിച്ചുള്ള വിശദമായ പഠനം നടത്തി ഇത്രയും ചെയ്താണ്.